നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫ്രഞ്ച് ഓപ്പൺ. ഇഗ സ്വാറ്റക് ആൻഡ് കരോളസ് അൽക്കറാസ് വിൻസ് സിംഗിൾസ് ടൈറ്റിൽ. അപ്പൊ ഇഗ സ്വിയാറ്റക് പോളണ്ടിലെ പ്ലെയർ ആണ്. അവരുടെ തേർഡ് കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആയിട്ടാണ് ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് ഇൻ 5 years, കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇത് നാലാമത്തെയാണ്. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 വർഷങ്ങളിൽ ഒരു ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് നേടുന്നുണ്ട്. World number 1 became the third player in the open era. Open era third player ആണ്, world number 1 player ആണ്. After Monica Seles and Justin Hayes to win the French Open women single title 3 years in a row. അപ്പോൾ ഇഗയെ കൂടാതെ ഇത്തരത്തില് 3 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ ഫ്രഞ്ച് ഓപ്പൺ നേടിയെടുത്ത 2 വുമൻസും കൂടി ഉണ്ട്. മോണിക്ക സെയിൽസ് 1992, അതുപോലെ ജസ്റ്റിൻ ജെനിൻ 2005 to 2007. Swiatek also won the French Open in 2020 and US Open in 2022. ഇപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ 2020ലും US Open 2022ലും ഇഗ നേടിയിരുന്നു. അപ്പോൾ സെറീന വില്യംസിന് 2013 സെറീന വില്യംസിന് ശേഷം she is already the second woman to win the Madrid, Rome and Roland Garros titles in the same year. ഒരേ വർഷം തന്നെ മാഡ്രിഡ്, റോം ആൻഡ് റൊളാൻഡ് ഗാരോസ് ടൈറ്റിൽസ് നേടിയ രണ്ടാമത്തെ വുമൺ, സെറീന വില്യംസിന് ശേഷം രണ്ടാമത്തെ വുമൺ കൂടെയാണ് ഇഗ. Carlos Alcaraz beats Alexander Zverev to win first French Open title and became the youngest man to win Grand Slam title on all 3 surfaces. ഇപ്പോൾ കാരോളിസ് അൽക്കാരസ് എന്ന് പറയുന്നത് അലക്സാണ്ടർ സിറേവിനെയാണ് ബീറ്റ് ചെയ്തത്. ആദ്യത്തെ ഫ്രഞ്ച് ഓപ്പൺ ടൈറ്റിലാണ് അദ്ദേഹം നേടുന്നത്. ഈ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസിന്റെ ഓൾ 3 സർഫസസിലും നേടുന്ന ഏറ്റവും യങ്ങസ്റ്റ് മാൻ എന്നുള്ള ഒരു നേട്ടം കൂടിയാണ് കാർലോസ് നേടിയെടുത്തത്. Sarabjot Singh wins gold. 5th Kaur Samra bags bronze at ISSF Rifle Pistol Munich World Cup 2024. Sarabjot Singh അവർക്ക് മെൻസ് 10 meter എയർ പിസ്റ്റൽ ഇവന്റിൽ ഗോൾഡ് മെഡൽ കിട്ടി. അടുത്ത ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ, അതാണ് ISSF എന്ന് പറയുന്നത്, വേൾഡ് കപ്പ് തന്നെയാണ്. ഇത് മുനിച്ച് ജർമ്മനിയിൽ വെച്ചിട്ടാണ് നടന്നത്. ISSF വേൾഡ് കപ്പ് എന്ന് പറയുന്നത് മെയ് 31 മുതൽ ജൂൺ 8 വരെ 2024 നടന്നത്. 5th കൗർ സമറയ്ക്ക് ഇന്ത്യയിലെ വുമൻസ് 50 meter റൈഫിൾ ഇവന്റിൽ ബ്രോൺസ് മെഡലും കൂടെ കിട്ടി. അപ്പോൾ ഒരു ഗോൾഡ് ഒരു ബ്രോൺസ് എന്നുള്ള രീതിയിൽ ഇന്ത്യ ഫിനിഷ്ഡ് തേർഡ് ഓൺ ദ മെഡൽസ് ടേബിൾ അലോങ് വിത്ത് ഫ്രാൻസ്. ഫ്രാൻസിന്റെ കൂടെ ഇന്ത്യക്ക് തേർഡ് പൊസിഷനാണ് കിട്ടിയത്. ചൈനയ്ക്ക് 11 മെഡൽസ് ആണ്, 4 ഗോൾഡ്, 4 സിൽവർ, 3 ബ്രോൺസ്. അപ്പോൾ അത് കഴിഞ്ഞ് അതിനെ ഫോളോ ചെയ്തിട്ട് നോർവേയാണ് വരുന്നത്. Pooja Tomar becomes first Indian to win in UFC. ഇന്ത്യയുടെ പൂജ തോമർ ഫസ്റ്റ് എവർ ഇന്ത്യൻ ടു വിൻ എ ബൗട്ട് അറ്റ് ദ അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ്, അതാണ് UFC എന്ന് പറയുന്നത്. ഇൻ ലൗസില്ല 2024 നടന്ന UFC ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഒരു വുമൺ ഈ ഒരു അച്ചീവ്മെന്റ് നേടുന്നത്. 2023 first Indian woman to land a contract with the UFC, the biggest mixed martial arts promotion in the world. So വേൾഡിൽ തന്നെ ബിഗ്ഗസ്റ്റ് മിക്സ്ഡ് മാർഷ്യൽ ആർട്സ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് UFC-യുമായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ വുമൺ കൂടെയാണ് പൂജ തോമർ. ഇപ്പോ ബുധാന എന്ന് പറയുന്ന വില്ലേജിൽ, ഉത്തർപ്രദേശിലെ ഒരു വില്ലേജിലാണ് പൂജ ജനിച്ചത്. PNB MetLife named Samir Bansal new MD and CEO. PNB MetLife India ഇൻഷുറൻസ് അവരുടെ പുതിയ MD CEO അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ന്യൂ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ്. ജൂലൈ 1 മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സമീർ ബൻസാൽ. ഇപ്പോ റെഗുലേറ്ററി അപ്രൂവൽസിന്റെ ഭാഗമായിട്ടാണ് ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. SEBI wins ബെസ്റ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ്സ് ഇൻ ഏഷ്യ പസഫിക്. അപ്പൊ ഇത് ഏഷ്യൻ ബാങ്കർ ആണ് ഇങ്ങനത്തെ ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മെയിൻ ആയിട്ട് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, അതായത് ഇന്ത്യയുടെ സെക്യൂരിറ്റി മാർക്കറ്റിന്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എൻഹാൻസ് ചെയ്യുന്നതിൽ റോള് എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ അവാർഡ് റിസീവ് ചെയ്യുന്ന സെബിയുടെ ഓൾ ടൈം മെമ്പർ കമലേഷ് ചന്ദ്ര വർഷ്ണിയാണ്. ഇത് ഈദിന്റെ സെറമണി, അവാർഡ് സെറമണി നടക്കാൻ മുമ്പ് ഹോങ്കോങ്ങിൽ വെച്ചിട്ടാണ്. 2021 T+1 settlement was introduced in a phased manner, which was fully implemented from January 2023. January 2023 മുതൽ T+1 സെറ്റിൽമെന്റിന്റെ ഒരു ഫുള്ളി മാനർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മൂവ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് കുറച്ചും കൂടെ
അവരുടെ ട്രേഡ് എക്സിക്യൂഷനെ ഫോളോ ചെയ്തുകൊണ്ടുള്ള അവരുടെ ഫണ്ടും കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്സസ് കിട്ടും. അതുപോലെ മാർക്കറ്റ് എഫിഷ്യൻസിയും ലിക്വിഡിറ്റി ഒക്കെ നമുക്ക് എൻഹാൻസ് ചെയ്യുന്നത് വഴി സാധിക്കും. ഇനി സെബി എന്താണെന്ന് കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡിയാണ്, എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 1992. ഇതിന് സ്റ്റാറ്റ്യൂട്ടറി പവർ കൊടുക്കുന്നത് സെബി ആക്ട് 1992 പ്രകാരമാണ്. ഇത് സെബിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെക്യൂരിറ്റി മാർക്കറ്റ്സിനെ റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ ഇന്ത്യയിൽ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ പ്രൊട്ടക്ട് ചെയ്യുക. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മിസസ് മാധുരി പുരി ബച്ചാണ്. വെല്ലയൻ സുബ്യ named a World Entrepreneur of the Year 2024. അപ്പോൾ വെല്ലയൻ സുബൈ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ ഓഫ് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഓഫ് ഇന്ത്യ ആൻഡ് ചെയർമാൻ ഓഫ് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കോർപ്പറേറ്റ് ലിമിറ്റഡ്. അദ്ദേഹത്തിനാണ് ഇങ്ങനെ ഒരു എന്റർപ്രണർ ഓഫ് ദി ഇയർ 2020 വേൾഡ് എന്റർപ്രണർ ഓഫ് ദി ഇയർ 2024 എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയത്. അപ്പൊ സുബ എന്ന് പറയുന്ന 4th ഇന്ത്യൻ ആണ് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. പിന്നീട് ഇതിന് മുൻപ് കിട്ടിയിരിക്കുന്ന NR നാരായണമൂർത്തി, അതുപോലെ ഉദയ് കോട്ടക്, കിരൺ മജുംദാർ ഷോ എന്നിവർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ 4ാമത്തെ ആളാണ് വെല്ലയൻ. മഹാരാഷ്ട്ര ഗവർണർ രമേശ് ബായ് പ്രസൻസ് പ്ലാസ്റ്റിക് എക്സ്പോർട്ട് എക്സലൻസ് അവാർഡ്. അപ്പൊ മഹാരാഷ്ട്ര ഗവർണർ രമേശ് ബയാസിന് ഗ്ലോബൽ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി, ഇന്ത്യൻ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിലെ ഗ്ലോബൽ സക്സസ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ബ്രാൻഡ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത റിസർച്ചും ഇന്നോവേഷനും എക്സലൻസ് ഒക്കെ കൃത്യമായിട്ട് സെക്ടർ വൈസ് നടക്കുന്നത് കൊണ്ടും ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് അദ്ദേഹത്തിന് പ്ലാസ്റ്റിക് എക്സ്പോർട്ട് എക്സലൻസ് അവാർഡ് പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. പ്ലാസ്റ്റിക് എക്സ്പോർട്ട് എക്സലൻസ് അവാർഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്സ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ആണ് കൊടുക്കുന്നത്. മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുംബൈയുടെ കീഴിലാണ് ഇങ്ങനെ ഒരു അവാർഡ് വരുന്നത്. പി തപാഡിയ റിസീവ്സ് ദ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആൻഡ് അരവിന്ദ് ഗുണിക്. അപ്പോൾ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത് പി തപാഡിയക്കാണ്. ടോട്ടൽ 75 പ്ലാസ്റ്റിക് എക്സ്പോർട്ടേഴ്സ് ആണ് അവാർഡ് കരസ്ഥമാക്കിയത്. CDOT wins UN's WSSI SIS 2024 ചാമ്പ്യൻ അവാർഡ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ്, അതാണ് CDOT. ഇപ്പൊ ഒരു പ്രീമിയർ ടെലികോം R&D സെന്റർ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അവർക്ക് യുണൈറ്റഡ് നേഷൻസ് വേൾഡ് സബ്മിറ്റ് ഓഫ് ഇൻഫർമേഷൻ സൊസൈറ്റി 2024 അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഈ അവാർഡ് എന്ന് പറയുന്നത് WSIS+24 നടന്നു. ഇതൊരു ഹൈ ലെവൽ ഇവന്റ് ആണ്. 2024 നടന്നു ജനീവയിൽ സ്വിറ്റ്സർലാൻഡിൽ വെച്ച് 27 മുതൽ 31 മെയ് വരെ അവിടെ വെച്ചാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചത്. CDOT പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരു മൊബൈൽ എനാബിൾഡ് ഡിസാസ്റ്റർ റിസൈലൻസ് ആണ്. അതായത് സെൽ ബ്രോഡ്കാസ്റ്റ് എനർജി അലേർട്ടിംഗ് സിസ്റ്റം വഴിയാണ് ഇത് നടത്തുന്നത്. അപ്പൊ ചാമ്പ്യൻ അവാർഡ് എന്ന് പറയുന്നത് AI-യുടെ കീഴിൽ വന്ന ഒരു അവാർഡാണ്. അതുപോലെ C7 എൻവയോൺമെന്റ്, ഇതെല്ലാം ലൈഫ് എൻവയോൺമെന്റ് എന്നുള്ള ഒരു ഓൾ എസ്പെക്ട്സിൽ ബെനിഫിറ്റ് ചെയ്യുന്ന കാറ്റഗറിയിൽ വരുന്ന അവാർഡുകളാണ്. CDOT എന്ന് പറയുന്നത് ഒരു എൻഡ് ടു എൻഡ് മൊബൈൽ എനാബിൾഡ് സെൽ ബ്രോഡ്കാസ്റ്റ് എമർജൻസി അലേർട്ടിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എമർജൻസിയുമായി ബന്ധപ്പെട്ട്, അതായത് എന്തെങ്കിലും നാച്ചുറൽ എമർജൻസിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരു റിയൽ ടൈം മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റ് മെസ്സേജ് ആണ് മൊബൈൽ ഓപ്പറേറ്റേഴ്സിന് ഡെലിവർ ചെയ്യുക. സ്പെസിഫിക് ലൊക്കേഷൻസും അതുപോലെ മൊബൈൽ സെൽ ടവേഴ്സ് വഴിയുള്ള സ്പെസിഫിക് ലൊക്കേഷൻസ് ഒക്കെ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. ഇത് ബേസിക്കലി നാച്ചുറൽ ഡിസാസ്റ്റർ, അതുപോലെ സൈക്ലോൺ, എർത്ത് കേക്ക്, എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ CDOT എന്ന് പറയുന്നത് അവർക്ക് ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജസ്, എല്ലാ റീജിയണൽ ലാംഗ്വേജസിലും മെസ്സേജസ് അയക്കാൻ കാപ്പബിൾ ആണ്. ഇപ്പോൾ നല്ല മഴയും കാറ്റും ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺസ് ചെക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും SMS വരും. അതായത് ഇത്ര ടൈമിൽ നല്ല മഴ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര ടൈമിൽ നല്ല ഇടിമിന്നൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വെതർ അലേർട്ട് പോലെ വരും. ഓക്കെ, അതുപോലെ ഒരു സംഭവമാണ് ഇത്. CDOT എന്ന് പറയുന്നത് 24th August 1984 നമ്മൾ സെറ്റപ്പ് ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ. ഇത് ടെലികോം റെവല്യൂഷന് തന്നെ കാരണമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ടെലികോം ടെക്നോളജീസും പ്രൊഡക്ട്സും ഒക്കെ ഇന്ത്യൻ കണ്ടീഷൻസിന് സ്യൂട്ടബിൾ ആയിരുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ WSIS പറഞ്ഞ വേൾഡിലെ ഫസ്റ്റ് വേൾഡ് സബ്മിറ്റ് ഓഫ് ഇൻഫർമേഷൻ സൊസൈറ്റിയാണ് ജനീവയിലെ സ്വിറ്റ്സർലാൻഡിൽ വെച്ച് 2003 നടന്നത്. നെക്സ്റ്റ്, ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് പാർട്ട്നേഴ്സ് വിത്ത് ബാങ്ക്സ് ഫോർ സ്പാർഷ് സെന്റേഴ്സ്. ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്നതാണ്. അവര് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ചേർന്ന ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമല്ല, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇൻ ന്യൂഡൽഹി. സ്പാർഷ് സർവീസിന് വേണ്ടിയിട്ട്, അതായത് അക്രോസ് ഒരു 1128 ബ്രാഞ്ചസിൽ ഈ 4 ബാങ്കിന്റെ ആയിട്ട് 1128 ബ്രാഞ്ചുകളായിട്ടാണ് ഇത് വരാൻ പോകുന്നത്. ഈ സ്പാർഷ് എന്ന് പറയുന്നത് സിസ്റ്റം ഫോർ പെൻഷൻ അഡ്മിനിസ്ട്രേഷൻ രക്ഷ എന്നുള്ളതാണ്. ഇതൊരു വെബ് ബേസ്ഡ് സിസ്റ്റം ആണ്. മെയിൻ ആയിട്ട് പെൻഷൻ ക്ലെയിംസും
അതുപോലെ പെൻഷൻ ഡയറക്ട്ലി ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതിന്റെ പ്രോസസ്സിങ്ങും ഡിഫൻസ് പെൻഷനേഴ്സിന്റെ എക്സ്റ്റേണൽ ഇന്റർമീഡിയറി ഒന്നും ഇല്ലാതെ അവർക്ക് അത് കിട്ടുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവർ ഡീൽ ചെയ്യുന്നത്. IIT ധാർവാഡ് അൺവെയിൽസ് ഇന്നോവേറ്റീവ് ഫയർ റെസ്ക്യൂ ഡ്രോൺ. ഒരു ടീം ഓഫ് ടീച്ചേഴ്സും സ്റ്റുഡൻസും ചേർന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ധാർവാദില് ടീച്ചേഴ്സും സ്റ്റുഡൻസ് ഒക്കെ ചേർന്നിട്ട് ഒരു ഫയർ റെസ്ക്യൂ അസിസ്റ്റന്റ് ഡ്രോൺ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ ഡ്രോൺ എന്ന് പറയുന്നത് സ്മോൾ റൂംസിലേക്കൊക്കെ ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഹൈ ടെമ്പറേച്ചറിൽ അത് വർക്ക് ചെയ്യും. കൂടാതെ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഫൈറ്റിംഗ് ഫയർസ് ഇൻ കോംപ്ലിക്കേറ്റഡ് പ്ലേസസ്. കോംപ്ലിക്കേറ്റഡ് പ്ലേസസിൽ ഫയറോട്ട് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സെൻസ് ചെയ്യുക, അതുപോലെ സൂട്ടിനൊക്കെ സർവൈവ് ചെയ്യാനുള്ള സെൻസേഴ്സ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊട്ടക്റ്റീവ് ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫയർ ടെസ്റ്റിങ്ങിനൊക്കെ കുറെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. എർത്ത് കെയർ സാറ്റലൈറ്റ് ലോഞ്ച് അഡ്വാൻസസ് ക്ലൗഡ് ആൻഡ് എയറോസോൾ റിസർച്ച്. ഇപ്പൊ എർത്ത് കെയർ സാറ്റലൈറ്റ് അത് ESAയുടെയും ജപ്പാൻ സ്പേസ് ഏജൻസി ജാക്സയുടെയും ഒരു കൊളാബറേഷൻ ആണ്. ഇത് എങ്ങനെയാണ് ക്ലൗഡ് ഫോം ചെയ്യുന്നതെന്നും എയറോസോൾസിന്റെ ഡെൻസിറ്റി അറ്റ്മോസ്ഫിയറിലെ എർത്തിന്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ് അതിന് ഇമ്പാക്ട് ചെയ്യുന്നതെന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എർത്ത് കെയർ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡാറ്റ എങ്ങനെയാണ് ക്ലൗഡും എയറോസോളും ഒക്കെ ഫോം ചെയ്യുന്നത് എന്നുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും. എയറോസോൾ എന്ന് പറയുന്നത് ടൈനി പാർട്ടിക്കിൾസ് ആണ്, എയറിലാണ് കാണുന്നത്. അതാണ് ക്ലൗഡ് ഫോർമേഷനും അതുപോലെ പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ മഴയൊക്കെ ഫോം ചെയ്യാനും സ്നോ ഒക്കെ ഫോം ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. ഇതെല്ലാം എർത്തിന്റെ എനർജി ബഡ്ജറ്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കാനാണ് ഇത്തരത്തിലൊരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. India among top destinations for cross-border real estate investment. ഈ റിപ്പോർട്ട് ഏഷ്യ പസഫിക് ഗ്ലോബൽ ക്യാപിറ്റൽ ഫ്ലോസ് മെയ് 2024 ഇറക്കിയത്. Colliers listed India, China and Singapore, Australia in the top 5 destinations. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിന് ടോപ്പ് 5 ഡെസ്റ്റിനേഷൻസിൽ ഇന്ത്യ ടോപ്പ് ആണ്. ഇന്ത്യ, ചൈന, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ഈ 4 രാജ്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ ഇനി ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് കൺസിസ്റ്റന്റ്ലി ഇന്ത്യനെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിന് വേണ്ടി പ്രിഫർ ചെയ്യുന്നുണ്ട്. ഒരു ഓവർ 23 ബില്യൺ US ഡോളർ ആണ് 2018 വന്നിരുന്നത്. അതായത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു പീരീഡിലെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 77% ഇന്ത്യയിലായിരുന്നു. US ആണ് ടോപ്പ് ഇൻവെസ്റ്റർ. മെയിൻ ആയിട്ട് 44% ഓഫ് ഫോറിൻ ഇൻഫ്ലോസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് US ആണ്. Netherlands emerges as India's third largest export destination in 2023-24. അപ്പൊ നെതർലാൻഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ തേർഡ് ലാർജസ്റ്റ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഫസ്റ്റ് US ആണ്, സെക്കൻഡ് UAE, തേർഡ് ആണ് ഇപ്പോൾ നെതർലൻഡ്. മെയിൻ കോമ്പറ്റീറ്റീവ്സ് എന്ന് പറയുന്നത് ഹെൽത്തി എക്സ്പോർട്സ് ഗ്രോത്ത് ഇൻ നെതർലാൻഡ്സ്. മെയിൻ ആയിട്ട് വരുന്നത് പെട്രോളിയം പ്രൊഡക്ട്സ്, പിന്നെ ഇലക്ട്രിക്കൽ ഗുഡ്സ്, കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് ട്രേഡ് സർപ്ലസ് ഉണ്ട് നെതർലാൻഡുമായിട്ട്. അത് $17.4 ബില്യൺ ആയിരുന്നു ലാസ്റ്റ് ഫിസിക്കലിൽ. ഇപ്പൊ $13 ബില്യൺ ആണ് in 2022-23. അപ്പൊ നെതർലാൻഡ്സ് ആണ് മേജർ ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിയിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് UK, ഹോങ്കോങ്, ബംഗ്ലാദേശ്, ജർമ്മനി ഇവരെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് മുന്നിലേക്ക് നെതർലാൻഡ് വന്നത്. ഗ്ലോബൽ ഗ്രൗണ്ട് വാട്ടർ ടു വാം 2 to 3.5 degrees Celsius, risking ecosystem by 2100. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് പൊല്യൂഷൻ കാരണം അതുപോലെ പല കാരണങ്ങൾ കൊണ്ടും അത് ഡിഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റഡി നടത്തിയപ്പോഴ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗ്രൗണ്ട് വാട്ടർ കുറച്ചുകൂടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. 2 to 3.5 degrees Celsius ചൂടായി കൊണ്ടിരിക്കുകയാണ്. അതെങ്കിൽ അത്രയും ചൂടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് 2100 ആകുമ്പോഴത്തേക്കും വാട്ടർ ക്വാളിറ്റിയും സേഫ്റ്റിയുടെയും കാരണം വളരെയധികം റിസ്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ വാട്ടർ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ എക്കോസിസ്റ്റംസും എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഗ്രൗണ്ട് വാട്ടറിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് മൊത്തം എക്കോസിസ്റ്റത്തിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഒരു ടീം ജർമ്മൻ റിസർച്ചേഴ്സ് കാർഷ്രൂഹെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് റിസർച്ചേഴ്സ് ആണ് വേൾഡ്സ് ഫസ്റ്റ് ഗ്ലോബൽ ഗ്രൗണ്ട് വാട്ടർ ടെമ്പറേച്ചർ മോഡൽ പ്രിഡിക്ട് ചെയ്തത്. അപ്പൊ ഹയസ്റ്റ് വാർമിംഗ് റേറ്റ് ആണ് അവർ കണ്ടെത്തിയത്. മെയിൻ ആയിട്ട് സെൻട്രൽ ഏഷ്യ, നോർത്തേൺ ചൈന, പിന്നെ പാർട്സ് ഓഫ് നോർത്ത് ഇന്ത്യ, ആമസോൺ റെയിൻ ഫോറസ്റ്റ്, സൗത്ത് അമേരിക്ക, ആ റീജിയനിലൊക്കെയാണ് ഇവർ ഈ ഒരു കാര്യം കണ്ടെത്തിയത്. They looked at how temperature have changed in the past to predict how they will change from 2000 to 2100. അപ്പൊ എങ്ങനെയാണ് 2000 മുതൽ 2100 വരെ ഈ ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടായത് എന്നവർ പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പൊ ഗ്രൗണ്ട് വാട്ടർ മെയിൻ ആയിട്ട് റിവേഴ്സ് റിലേ ഓൺ ഗ്രൗണ്ട് വാട്ടർ ടു കീപ് ഫ്ലോയിങ് ഡ്യൂറിംഗ് ഡ്രൈ ടൈംസ്. അപ്പൊ ഡ്രൈ ആകുന്ന അല്ലെങ്കിൽ മഴ ഇല്ലാത്ത സമ്മർ ടൈമിലൊക്കെ റിവേഴ്സ് മെയിൻ ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് വാട്ടർ ആണ് എടുക്കുന്നത്.
അത് വാം ആയി കഴിഞ്ഞാൽ അതിന് ഡിസോൾവ് ഓക്സിജൻ കുറയും. വാം വാട്ടറിൽ ഡിസോൾവ് ഓക്സിജൻ കുറവായിരിക്കും. അപ്പൊ അതും റിവറിലൊക്കെയുള്ള ബാക്കി ജീവികളെയൊക്കെ അത് മോശമായിട്ട് ബാധിക്കും. അപ്പൊ വാർമർ ഗ്രൗണ്ട് വാട്ടർ റേസസ് എന്ന് പറയുന്നത് ഡിസീസ് കോസിങ് മൈക്രോബിയൽ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യും, ഡ്രിങ്കിങ് വാട്ടർ ക്വാളിറ്റീനെ എഫക്ട് ചെയ്യും. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഹ്യൂമൻ ബീങ്സിനായിരിക്കും എഫക്ട് ചെയ്യുന്നത്. ഈ മോഡൽ എന്ന് പറയുന്നത് ഓൾസോ എസ്റ്റിമേറ്റഡ് ദാറ്റ് 2100 60 to 600 million people globally could be living in areas where groundwater exceeds the highest threshold for drinking water temperature guidelines set by any country. അപ്പോ ഇവരുടെ ഒരു എസ്റ്റിമേഷൻ പ്രകാരം 2100 ആവുന്ന സമയത്ത് 60 മുതൽ 600 മില്യൺ ആളുകൾ വരെ ജീവിക്കുന്നത് കുടിക്കാൻ പാകത്തിന്, അതായത് കുടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ടെമ്പറേച്ചറിനേക്കാൾ എക്സീഡ് ചെയ്യുന്ന ടെമ്പറേച്ചറുള്ള ഗ്രൗണ്ട് വാട്ടർ ലഭിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും 600 മില്യൺ ആളുകൾ ജീവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അത്രയും 600 മില്യൺ ആളുകളെ അത് എഫക്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് ഇവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം കറന്റ് 18 ഔട്ട് ഓഫ് 125 കൺട്രീസിൽ ഡ്രിങ്കിങ് വാട്ടറുമായി ബന്ധപ്പെട്ട ടെമ്പറേച്ചർ ഗൈഡ് ലൈൻസ് ഉണ്ട്. പെറു അഡോപ്റ്റ് ഇന്ത്യസ് UPI സിസ്റ്റം ഫോർ ഇൻസ്റ്റന്റ് ഡിജിറ്റൽ പേയ്മെന്റ്സ്. അപ്പൊ NTC ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ് ഇന്റർനാഷണൽ ഡിവിഷൻ ഫോർ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവര് പെറുവിന്റെ സെൻട്രൽ ബാങ്കുമായിട്ട് ചേർന്ന് ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി മുതൽ ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, അതായത് UPI സിസ്റ്റം പെറുവിലും നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഡിജിറ്റൽ പേയ്മെന്റ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ വെഞ്ചറിനുമായിട്ട് മെയിൻ ആയിട്ട് ഇമ്മീഡിയറ്റ് പേയ്മെന്റ്സ്, ഒരു ഇൻഡിവിജ്വലോ ബിസിനസ്സുകാരോ തമ്മിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പേയ്മെന്റ്സ് നടത്താൻ വേണ്ടിയിട്ട്, അത് ഡിജിറ്റൽ പേയ്മെന്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിലൊരു ഇത് കൊണ്ടുവന്നത്. പെറുവിലെ അൺബാങ്ക്ഡ് പോപ്പുലേഷനൊക്കെ ഇത് ഡിജിറ്റൽ പേയ്മെന്റ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇന്ത്യയുടെ UPI ഒഫീഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന കുറെ രാജ്യങ്ങളുണ്ട്. അതിന്റെ ലിസ്റ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 1 ശ്രീലങ്ക, 2 മൗറീഷ്യസ്, 3 ഫ്രാൻസ്, 4 UAE, 5 സിംഗപ്പൂർ, 6 ഭൂട്ടാൻ, 7 നേപ്പാൾ. ഇപ്പൊ പെറു കൂടെ ഈ ലിസ്റ്റിനകത്തേക്ക് വന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ PM ഷെഹ്ബാസ് ഷെരീഫ് പ്രസിഡന്റ് Xi Jinping agree to upgrade CPEC. ഇപ്പൊ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്ററും അതുപോലെ ചൈനീസ് പ്രസിഡന്റും അവരുടെ കോർപ്പറേഷൻ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഒരു $multi-billion ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അതാണ് ഈ CPEC എന്ന് പറയുന്നത്, അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മെയിൻ ആയിട്ട് ചൈനയുടെ ബെയ്ജിംഗ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ ഇവര് മെയിൻ ആയിട്ട് ഈ ഓൺഗോയിങ് പ്രൊജക്ട് ടൈംലി കംപ്ലീറ്റ് ചെയ്യാനും സ്പെഷ്യൽ ഫോക്കസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, അഗ്രികൾച്ചർ മോഡേണൈസേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ സ്പെഷ്യൽ എക്കണോമിക് സോൺസിന്റെ ഡെവലപ്മെന്റ്, ഇതിനൊക്കെ വേണ്ടി കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. CPEC എന്ന് പറയുന്നത് ഗ്വാഡർ പോർട്ട്, പാകിസ്ഥാനിലെ ഒരു ബലൂചിസ്ഥാനിലെ ഒരു പോർട്ടാണ്. അതിനെ ചൈനയിലെ സിൻജിയാങ് പ്രൊവിൻസിലെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട് ഉണ്ട്, ചൈനയുടെ ഒരു അംബീഷ്യസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. അതിൽ തമ്മിൽ കണക്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കോറിഡോർ സിൻജിയാങ് ഗ്വാഡറുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലൂടെയാണ് പോകുന്നത്. അപ്പൊ ചൈന നമ്പർ ഓഫ് പ്രൊജക്ട്സ് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏപ്രിൽ 2015 ഇസ്ലാമാബാദിൽ വെച്ച് ചൈനീസ് പ്രസിഡന്റ് അവിടെ വിസിറ്റ് ചെയ്ത സമയത്താണ് ഈ പാകിസ്ഥാൻ PM നവാസ് ഷെരീഫ് ഇത്തരത്തിലുള്ള ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിനെ കുറിച്ച് അൺവീൽ ചെയ്തത്. അപ്പൊ ചൈന $65 ബില്യൺ ആണ് ഈ CPEC പ്ലാനിന് വേണ്ടിയിട്ട് അതിന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 11th ജൂൺ ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേ ആണ്. അപ്പോ ദ ഫസ്റ്റ് എവർ ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേ എന്ന് പറയുന്നത് 11th ജൂൺ 2024 നമ്മൾ ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് UN ആണ് ഇത് റെക്കഗ്നൈസ് ചെയ്തതും ഡിക്ലെയർ ചെയ്തതും. ഈ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഏജസിലുള്ള ആളുകൾക്കും മെയിൻ ആയിട്ട് പ്ലേ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ അർജൻസി ടു എൻഷോർ ദ പ്ലേ, അത് നമുക്കറിയാം പ്ലേ കളിക്കുക എന്നൊക്കെ പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യിക്കുന്ന ഒന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2024 പ്രശ്ന തീം എന്ന് പറയുന്നത് പ്ലേ മേക്സ് എ ബെറ്റർ വേൾഡ് എന്നുള്ളതാണ്. PM നരേന്ദ്രമോദി റിലീസസ് 17th ഇൻസ്റ്റാൾമെന്റ് ഓഫ് PM കിസാൻ സമ്മാൻ നിധി. അപ്പൊ പ്രൈം മിനിസ്റ്റർ ആയിട്ട് 3rd ടൈം ചാർജ് എടുത്തതിന് ശേഷം നമ്മുടെ മോദിജി ഫസ്റ്റ് ഒപ്പിടുന്ന ഫയൽ എന്ന് പറയുന്നത് PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് 9 crore 30 lakhs ഫാമേഴ്സിന് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം 20,000 crore rupees ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അല്ലെങ്കിൽ PM കിസാനെ കുറിച്ച് കൂടെ നോക്കാം. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. 100% ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്.
ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ സ്കീം എയിം ചെയ്യുന്നത് ഫിനാൻഷ്യൽ നീഡ് ഫാമേഴ്സിന് സപ്ലിമെന്റ് ചെയ്യാം. അതായത് വേരിയസ് ഇൻപുട്സിന് വേണ്ടിയിട്ട് അവർക്ക് യൂസ് ചെയ്യാം. മെയിൻ ആയിട്ട് പ്രോപ്പർ ക്രോപ്പ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈൽഡ് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സ്കീമിന്റെ അണ്ടറിൽ ഇൻകം സപ്പോർട്ട് വരുന്ന 6000 പെർ ഇയർ ആണ്. 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട്, അതായത് 2000 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഓപ്പറേഷൻ ആയത് 1/12, അതായത് December 1, 2018 മുതൽ തന്നെ ഈ ഒരു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഓപ്പറേഷനിലാണ്. സിക്കിം Krantikari Morcha leader Prem Singh Tamang was sworn in as Chief Minister of Sikkim for the second time. For oath administer ചെയ്ത് ഗവർണർ ആയിട്ടുള്ള ലക്ഷ്മൺ പ്രസാദ് ആചാര്യ വഴിയും. അപ്പോൾ സിക്കിമിന് രണ്ടാമതും ചീഫ് മിനിസ്റ്റർ കിട്ടിയിരിക്കുകയാണ്. സിക്കിമിന്റെ ക്രാന്തികാരി മോർച്ച ലീഡർ ആയിട്ടുള്ള പ്രേം സിംഗ് തമാങ് ആണ് രണ്ടാം തവണയും അവിടെ CM ആയിട്ട് വന്നിരിക്കുന്നത്. NHRC seeks report on sale of underage girls as part of Nada Pratap. The National Human Rights Commission, Union Ministry of Women and Child Development നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സ്റ്റേറ്റ്സ് ഓഫ് രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത് ഈ റീജിയൻസിലൊക്കെ നാദ പ്രഥ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അതായത് അണ്ടർ ഏജ് ആയിട്ടുള്ള ഗേൾസിന് സെയിൽ ചെയ്യുന്ന പ്രാക്ടീസ് ആണിത്. ഈ സ്റ്റേറ്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 8 വീക്കിനുള്ളിൽ അവര് റിപ്പോർട്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നാദപ്രഥ എന്ന് പറയുന്ന ഒരു മോഡേൺ ഫോംസ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് തന്നെ നമുക്ക് പറയാം. അതായത് ഇമ്മോറൽ കോൺസിക്വൻസസ് ഓഫ് നാദപ്രഥ എന്ന് പറയുന്നത് വുമൻസിനെയും മൈനർ ഗേൾസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. NHRC ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്യണമെന്നും അബോളിഷ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാദപ്രഥ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ പ്രാക്ടീസ് ആണ്. മെയിൻ ആയിട്ട് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലുള്ള സർട്ടൻ കമ്മ്യൂണിറ്റീസിലാണ് ഈ ഒരു പ്രാക്ടീസ് പ്രിവാലന്റ് ആയിട്ട് കാണുന്നത്. ഈ പ്രാക്ടീസിനകത്ത് ഗേൾസിന് സെല്ല് ചെയ്യാം. ഒരു സ്റ്റാമ്പ് പേപ്പർ ഉണ്ടാവും, അത് ഒരു മാരേജ് കേസ് പോലെ തന്നെയാണ് ഇവർ സെല്ല് ചെയ്യുന്നത്. ഓപ്പൺ ചൈൽഡ് മാരേജ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഈ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് യൂഷ്വലി ഗേൾസ് ഓൺ ഫാമിലിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ പ്രാക്ടീസ് വളരെ മോറൽ ആൻഡ് ലീഗൽ ഇംപ്ലിക്കേഷൻസ് ആണ് മെയിൻ ആയിട്ട് വുമൻസിനും മൈനർ ഗേൾസിനും ഉണ്ടാക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞ ഒരു ഗേളിന്റെ ഫാമിലി തന്നെ അവളെ വേറൊരാൾക്ക് സെല്ല് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് ഈ നാദപ്രഥ എന്ന് പറയുന്നത്. NHRC സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നാദപ്രഥ പോലുള്ള പ്രാക്ടീസസിൽ നിന്ന് ഇൻഡിവിജ്വൽസിനെ പുറത്തു കൊണ്ടുവരാൻ ലോ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇറ്റ് മസ്റ്റ് ബി പ്രോസിക്യൂട്ടഡ് അണ്ടർ ലോ റിലേറ്റിംഗ് ടു ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ഇതിനെ ഹ്യൂമൻ ട്രാഫിക്കിംഗുമായിട്ട് കണക്ട് ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ മൈനർ ഗേൾസിന്റെ സെയിൽ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പോക്സോ ആക്ടിന്റെ കീഴിലാണ് നമുക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുക. ഒരു setting up a group at the village level to register cases of Nadaprada, in addition to building awareness and providing education and employment to improve the economic and social status of girls and women. അപ്പൊ നാദപ്രഥയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസസ് രജിസ്റ്റർ ചെയ്യാൻ വില്ലേജ് ലെവലിൽ തന്നെ ഒരു ഗ്രൂപ്പിനെ സെറ്റ് ചെയ്യുകയും ഇതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുകയും എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഗേൾസ് ആൻഡ് വുമൻസ് ഇംപ്രൂവ് ചെയ്യുകയും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്താൽ മാത്രമേ ഇത് ഒഴിവാക്കാൻ പറ്റൂ എന്നുള്ളതും NHRC പറയുന്നുണ്ട്. നാം സിംഗ് ആൻഡ് റോഹിനി ലൊഖാന്തെ വോൺ ദിലീപ് പോസ്റ്റ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. അപ്പൊ ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷൻ ആണ് ഇത് കൊടുക്കുന്നത്. 2002 ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷൻ ആണ് ദിലീപ് പോസ്റ്റ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ക്യാഷ് പ്രൈസ് 50,000 രൂപയാണ് കിട്ടുന്നത്. Indian Navy gets its first woman helicopter pilot. For സബ് ലഫ്റ്റനന്റ് അനാമിക ബി രാജീവ് ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ വുമൺ ഹെലികോപ്റ്റർ പൈലറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അവരുടെ പാസിംഗ് പരേഡ് കഴിഞ്ഞു. അത് നേവൽ എയർ സ്റ്റേഷൻ INS രാജലി അരക്കോണം റാണിപ്പെട്ട് ഡിസ്ട്രിക്ട് തമിഴ്നാടിൽ വെച്ചിട്ടാണ് അത് നടന്നത്. ഇപ്പൊ ടോട്ടൽ 21 ഓഫീസേഴ്സിന് പ്രസ്റ്റീജിയസ് ഗോൾഡൻ വിങ്സ് അവാർഡ് കൊടുത്തിരുന്നു. അത് വൈസ് അഡ്മൈറൽ രാജേഷ് പണ്ടാർക്കർ ആണ് കൊടുത്തത്. അതുപോലെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ഈസ്റ്റേൺ നേവൽ കമാൻഡ് കൂടെയാണ് ഈ വൈസ് അഡ്മൈറൽ രാജേഷ് പണ്ടാർക്കർ. ഇപ്പൊ ലഫ്റ്റനന്റ് ജയാൻ സെവാഗ്, ഫസ്റ്റ് കമ്മീഷൻഡ് naval officer from Ladakh, also successfully graduated as a qualified helicopter pilot. അപ്പം ലഡാക്കിൽ നിന്ന് ആദ്യത്തെ ഫസ്റ്റ് കമ്മീഷൻഡ് നേവൽ ഓഫീസർ ആണ് ലഫ്റ്റനന്റ് ജംയാങ് എന്ന് പറയുന്നത്. അവർക്കും ഈ ക്വാളിഫൈഡ് ഹെലികോപ്റ്റർ പൈലറ്റ് ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. CSIR IICT scientists identified microalgae as a potential protein supplement. CSIR Indian Institute of Chemical Technology
ചേർന്ന് CSIR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയും കൂടെ അത് ഹൈദരാബാദിലാണ്. അവിടുത്തെ സയന്റിസ്റ്റുകൾ ചേർന്നിട്ട് ക്ലോറല്ല ഗ്രോത്ത് ഫാക്ടറിന്റെ പൊട്ടൻഷ്യൽ സ്പോട്ട്ലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു എക്സ്ട്രാക്ട് ആണ്. ക്ലോറല്ല എന്ന് പറയുന്ന ഒരു ആൽഗയാണ്, ഗ്രീൻ ആൽഗയാണ്. അപ്പൊ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ റിച്ച് എക്സ്ട്രാക്ട് ആണ് ഈ ക്ലോറല്ല ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലോറല്ല സൊറോക്കിനിയാന എന്ന് പറയുന്ന ഒരു തരം മൈക്രോ ആൽഗയിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഫുഡിലേക്കും ഫീഡ് അപ്ലിക്കേഷൻസിലേക്കും വൈഡ് റേഞ്ച് ഓഫ് ഇൻഗ്രീഡിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു എക്സ്ട്രാക്ട് ആണ് ക്ലോറല്ല ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോ ആൽഗി എന്ന് പറയുന്നത് ഒരു അണ്ടർ എക്സ്പ്ലോയിറ്റഡ് ക്രോപ്പ് ആണ്. അത് മറ്റു ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ് ആയിട്ട് സ്പേസിലോ റിസർച്ചിലൊക്കെ നമ്മൾ ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ് it do not compete with the traditional food crops for space and resources. അപ്പൊ സ്പേസിനോ റിസോഴ്സസിനോ ഒന്നും വേണ്ടിയിട്ട് മറ്റ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ് ആയിട്ട് പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ആൽഗയാണ്, മൈക്രോ ആൽഗയാണ് ഇത്. അണ്ടർ എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ക്രോപ്സ് ആണ്. CGF എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡ് റിച്ച് കണ്ടന്റ് ഉള്ള ഒന്നാണ്. മാത്രമല്ല അതിനകത്ത് പ്രോട്ടീൻ ക്വാളിറ്റി സുപ്പീരിയർ ആയിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത്. അതുപോലെ പ്രോട്ടീനിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. സിഗ്നിഫിക്കന്റ്ലി അത് ഹ്യൂമൻ ആൻഡ് അനിമൽ ഡയറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കും. അപ്പൊ CGF എന്ന് പറയുന്നത് പർട്ടിക്കുലർലി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട് ഹ്യൂമൻ ആൻഡ് വെർട്ടിബ്ര ഹെൽത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഇത് അതായത് ഇവരിലുള്ള അമിനോ ആസിഡ് CGFന്റെ അകത്തുള്ള അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിക്കകത്ത് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത അമിനോ ആസിഡ് ആണ്. അവിടെയാണ് അതിന് ഇമ്പോർട്ടൻസ് കൂടുന്നത്. അമിനോ ആസിഡ് പ്രൊഫൈൽ CGF എടുത്തു കഴിഞ്ഞാൽ ഇവൻ സർപാസ് ദാറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ അവൈലബിൾ സോയാമീൽ. സോയമീൽ നമുക്കറിയാം സോയക്കകത്ത് നിറയെ പ്രോട്ടീൻ ഉണ്ട്. അതിനെ സർപാസ് ചെയ്യുന്ന രീതിയിൽ അമിനോ ആസിഡ് കണ്ടന്റ് CGFനകത്തുണ്ട്. അപ്പൊ പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ, എസെൻഷ്യൽ അമിനോ ആസിഡ് ഇൻഡെക്സ്, ബയോളജിക്കൽ വാല്യൂ, ഈ മെട്രിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം. ഇന്ത്യ, സൗത്ത് കൊറിയ, US, ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ ലോഞ്ച് ബയോ ഫാർമസ്യൂട്ടിക്കൽ അലയൻസ്. ഇത് ഇന്ത്യയുടെയും സൗത്ത് കൊറിയയുടെയും ജപ്പാന്റെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെ ഒരു കൊളാബറേഷൻ ആണ്. മെയിൻ ആയിട്ട് ബയോ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ റിസൈലന്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു അലയൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് ഇനോഗ്രൽ മീറ്റിംഗ്, അതായത് ബയോ ഫാർമസ്യൂട്ടിക്കൽ അലയൻസിന്റെ ഇനോഗ്രൽ മീറ്റിംഗ് സാൻ ഡിയേഗോ കാലിഫോർണിയയിൽ വെച്ചിട്ട് ബയോ ഇന്റർനാഷണൽ കൺവെൻഷൻ 2024ന്റെ ഭാഗമായിട്ടാണ് നടന്നത്. വേൾഡിലെ ലാർജസ്റ്റ് ബയോ ഫാർമസ്യൂട്ടിക്കൽ എക്സിബിഷൻ അതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് സപ്ലൈ ചെയിൻ, അതായത് ഫാർമസ്യൂട്ടിക്കൽസിന്റെ സപ്ലൈ ചെയിൻ സസ്റ്റൈനബിൾ ആക്കുക, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ബയോ പോളിസീസ് റെസ്പെക്റ്റീവ് കൺട്രീസിൽ കോർഡിനേറ്റ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, ഇതുമായിട്ട് നടക്കുന്ന റിസർച്ചേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം, അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ബയോ ഫാർമസ്യൂട്ടിക്കൽ അലയൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. They recognize the production of essential raw materials and ingredients is concentrated in a few countries, agreed to work together to build a detailed pharmaceutical supply chain. അതായത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ചില കൺട്രീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺട്രീസ് മറ്റു കൺട്രീസുമായിട്ട് ഒരു അലയൻസ് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫാർമസ്യൂട്ടിക്കൽ സപ്ലൈ ചെയിൻ മാപ്പ് തന്നെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഈ അലയൻസ് നമ്മുടെ COVID-19 പാൻഡമിക്കിന്റെ സമയത്ത് നമുക്ക് ഡ്രഗ്സിന്റെ സപ്ലൈ ഷോർട്ടേജ് കണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഷോർട്ടേജ് ഉണ്ടാകരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള അലയൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഹാൻഡ് പർപ്പിൾ? അതാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. വാട്ട് ഈസ് ഹാൻഡ് പർപ്പിൾ? The scientists are fascinated with hand purple, an artificial pigment created over 2,500 years ago by the Chinese due to quantum property discovery. ക്വാണ്ടം പ്രോപ്പർട്ടി ഡിസ്കവറിയുടെ ഭാഗമായിട്ട് ചൈനീസ് 2500 വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടാക്കിയെടുത്ത ഒരു ആർട്ടിഫിഷ്യൽ പിഗ്മെന്റ് ആണ് ഹാൻഡ് പർപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് സിഗ്നിഫിക്കന്റ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ആൻഷ്യൻ ആർട്ട് വർക്കിലൊക്കെ യൂസ് ചെയ്തിരുന്നു. അതായത് മെയിൻ ആയിട്ട് വാൾ പെയിന്റിങ്ങിലും സെറാമിക്സിലും മെറ്റൽ വെയറിലും ജ്വല്ലറിയിലൊക്കെ ഇവരത് യൂസ് ചെയ്തിരുന്നു. ഹാൻഡ് പർപ്പിൾ എന്ന് പറയുന്നത് ഒരു ഇന്റൻസ് ഇൻഫ്രാറെഡ് ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ബിഹേവിയർ എക്സ്ട്രീം കോൾഡ് ആകുമ്പോഴും ഹൈ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോഴും ഇവരുടെ ബിഹേവിയർ ചേഞ്ച് ആക്കുന്നുണ്ട്. ഹാൻഡ് പർപ്പിൾ ട്വിൻ ആൻഡ് ഹാൻഡ് ഡൈനാസ്റ്റീസ് യൂസ് ചെയ്തതിനു ശേഷം ഇത് പിന്നീട് ഡിസപ്പിയർ ആയി. ഇത് റീഡിസ്കവർ ചെയ്യുന്നത് 1990s മോഡേൺ കെമിസ്റ്റുകളാണ്. അപ്പോൾ നാച്ചുറൽ ഡൈസ് പോലെയല്ല ഹാൻഡ് പർപ്പിൾ എന്ന് പറയുന്നത് സിന്തറ്റിക് പിഗ്മെന്റ് ആണ്. ഇനോർഗാനിക് മെറ്റീരിയൽസിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ബേരിയം കോപ്പർ സിലിക്കേറ്റ് ഉണ്ട്. ഒരു കോംപ്ലക്സ് സിന്തറ്റിക് കോമ്പൗണ്ട് ആണ് സിമിലർ ടു ഈജിപ്ഷ്യൻ ബ്ലൂ. ഇതിന്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത് എലിസബത്ത് ഫിറ്റ്സ്ഹ്യൂഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പോൾ പീപ്പിൾസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഹാൻഡ് പർപ്പിൾസ് ക്വാണ്ടം ക്രിട്ടിക്കൽ പോയിന്റ് ബിഹേവിയർ അണ്ടർ എക്സ്ട്രീം കണ്ടീഷൻസ് ബിക്കോസ് ഇറ്റ് മൈറ്റ് ഹെൽപ്പ് എക്സ്പ്ലെയിൻ
തിങ്സ് ലൈക്ക് ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇതിന് ഇൻട്രസ്റ്റ് വരുന്നത് ഹാൻഡ് പർപ്പസ് ഒരു ക്വാണ്ടം ക്രിട്ടിക്കൽ പോയിന്റ് ബിഹേവിയർ ഉണ്ട്. അതായത് മെയിൻ ആയിട്ട് എക്സ്ട്രീം കണ്ടീഷൻസ്, എക്സ്ട്രീം കോൾഡ് ഒക്കെ വരുന്ന സന്ദർഭങ്ങളിൽ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി ഹെൽപ്പ് ചെയ്യും. So next, UP government agrees for 2025 edition of MotoGP Bharat in Noida. ഉത്തർപ്രദേശ് ഗവൺമെന്റ് സ്പെയിൻ ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഡോർണ സ്പോർട്സുമായിട്ട് ചേർന്ന് ഒരു ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇന്ത്യൻ പാർട്ട്ണറാണ് ഫെയർ സ്ട്രീറ്റ് സ്പോർട്സിന്റെ. ഇവരാണ് MotoGP ഇവന്റ് നോയിഡയിൽ നെക്സ്റ്റ് ഇയർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതൊരു ആനുവൽ ഇവന്റ് ആയിട്ടാണ് നമ്മൾ നടത്താറ്. ഇത് till 2029 വരെയാണ്. മാർക്കോ ബെസെച്ചി ഓഫ് ദ മൂനി VR46 ഡക്കാറ്റി team, അതാണ് GP22 team, had secured a win at the Indian Oil Grand Prix of India, MotoGP Bharat 2023 at the Buddh International Circuit. So ഇവര് ഈ മൂനി VR46 ദുക്കാത്തിയിലെ മാർക്കോ ആണ് ഇന്ത്യൻ ഓയിൽ ഗ്രാൻഡ് പ്രിക്സ് ഓഫ് ഇന്ത്യ വിൻ ചെയ്തത്. അപ്പൊ MotoGP Bharat 2023 എന്ന് പറയുന്നത് ബുദ്ധ് ഇന്റർനാഷണൽ സർക്യൂട്ടിൽ വെച്ചിട്ടാണ് നടന്നത്. Max Verstappen wins third straight Canadian Grand Prix for 60th Formula 5 victory. അപ്പൊ മാക്സ് വെർസ്റ്റപ്പൻ കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സ് തേർഡ് സ്ട്രൈറ്റ് ഇയർ, മൂന്നാമത്തെ വർഷമാണ് റെഡ് ബുള്ളിന് വേണ്ടിയിട്ട് ജയിക്കുന്നത്. 6th വിക്ടറി ആണ് 9 റൈസസിൽ ഈ സീസണിൽ തന്നെ. അപ്പൊ 60ാമത്തെയാണ് ഫോർമുല 1 കാരിയറിൽ 60ാമത്തെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വിക്ടറി എന്ന് പറയുന്നത്. ടെന്നീസ്, ഇന്ത്യ സുമിത് നഗാൽ ക്ലിഞ്ചസ് ഹെയിൽ ബ്രൗൺ Neckar Cup Challenger in Germany. So he defeated Alexander Richard of Switzerland in the men's single title clash. So Alexander Richard എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡിൽ ഒരു പ്ലെയറെയാണ് അദ്ദേഹം ഇന്ത്യയുടെ സുമിത്ത് ഡിഫീറ്റ് ചെയ്തത്. ഇത് 6th ATP ചലഞ്ചർ ടൈറ്റിലാണ് അദ്ദേഹം വിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിക്ടറി എന്ന് പറയുന്നത് സുമിത് വിർച്വലി ക്വാളിഫൈഡ് ഫോർ ദ അപ്കമിംഗ് പാരീസ് ഒളിമ്പിക്സ്. അപ്പൊ ഈ ഒരു വിക്ടറിക്ക് ശേഷം അദ്ദേഹം ഇനി വരാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈഡ് ആയിരിക്കുകയാണ്. He also achieved an all-time high world ranking of 77 in the live ATP ranking. ലൈവ് ATP റാങ്കിങ്ങിൽ വേൾഡിലെ തന്നെ 77ാമത്തെ പൊസിഷനിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. 12th June വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ആണ്. അപ്പോൾ 2024 തീം എന്ന് പറയുന്നത് ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെന്റ്സ് എൻഡ് ചൈൽഡ് ലേബർ എന്നുള്ളതാണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ 2002 മുതൽ സെലിബ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ചൈൽഡ് ലേബർ എലിമിനേറ്റ് ചെയ്യാനുള്ള ഇഫേർട്ടിന്റെ ഒരു ഓൺഗോയിങ് ഇഫേർട്ടിന്റെ ഭാഗമായിട്ടായിരുന്നു ഇങ്ങനൊരു ഡേയും കൊണ്ടുവന്നത്. അപ്പൊ ഇത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് 1919 ക്രിയേറ്റ് ചെയ്തത്. ട്രീറ്റി ഓഫ് വേഴ്സൈലസ് എന്നതിന്റെ ഭാഗമായിട്ട് അത് വേൾഡ് വാർ 1 എൻഡ് ചെയ്യാനുള്ള കാരണമായ ട്രീറ്റി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത്. 1946 ILO UN-ന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയി. ILO-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പറയുന്നത് ജനീവയാണ്, സ്വിറ്റ്സർലൻഡ്. ഇപ്പൊ പാരന്റ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഓഫ് യുണൈറ്റഡ് നേഷൻസ്, എക്കോസോക്. ഇത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് ഗ്രൂപ്പിന്റെയും കൂടെ ഒരു മെമ്പറാണ്. 2025 ടു ബി ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി, UN. ഇപ്പൊ 2025 എന്ന് പറയുന്നത് UN തീരുമാനിച്ചിരിക്കുന്നത് ക്വാണ്ടം സയൻസിന്റെയും ടെക്നോളജിയുടെയും ഇന്റർനാഷണൽ ഇയർ ആയിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഇയർ ലോങ് ആൻഡ് വേൾഡ് വൈഡ് ഇനീഷ്യേറ്റീവ് ആണ്. ഇതിന്റെ ഒരു ഓപ്പണിംഗ് സെറമണി നമ്മൾ January 14, 2025 ബെർലിനിൽ വെച്ച് കണ്ടക്ട് ചെയ്യാനാണ് UN തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇയർ ജർമ്മൻ ഫിസിസ്റ്റ് ആയിട്ടുള്ള വെർണർ ഹേസൻബർഗ് പബ്ലിഷ് ചെയ്ത ഒരു ഫേമസ് പേപ്പർ ഉണ്ട്. അത് റീഇന്റർപ്രറ്റഡ് എ സീരീസ് ഓഫ് ട്വീറ്റ്സ് required for classical mechanics to make sense of the quantum phenomena being discovered in the late 19th and early 20th centuries to lay the foundation stone of what would come to be called quantum mechanics. അപ്പൊ ജർമ്മൻ ഫിസിസ്റ്റ് ആയിട്ടുള്ള വെർണർ ഹീസൻബർഗ് ആണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്നിലേക്കുള്ള ആ ഒരു ഫിനോമിനയിലെ ക്വാണ്ടം ഫിനോമിനെ കുറിച്ച് തരുന്ന കുറച്ച് ക്ലാസിക്കൽ മെക്കാനിക്സ് ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ, ഒരു ഫേമസ് പേപ്പറിനകത്ത് അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. പിന്നീട് ഇതിൽ നിന്ന് ഫൗണ്ടേഷൻ എടുത്തുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ വന്നത്.
ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് എ നാഷണൽ ക്വാണ്ടം മിഷൻ. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ ക്വാണ്ടം മിഷൻ ഏപ്രിൽ 2023 തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 6000 കോടി രൂപയാണ് ഇതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. 2023 മുതൽ 2031 വരെയാണ് നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഇന്ത്യൻ ട്രൈപാർട്ടൈറ്റ് delegation at the 112th section of International Labour Conference. International Labour Organization 112ാമത്തെ ആനുവൽ ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ് ഹോൾഡ് ചെയ്തു ജനീവയിൽ ജൂൺ 3 മുതൽ 14 വരെയാണ് നടന്നത്. The worker, employer and government delegates from ILO's 187 member countries will tackle a wide range of issues. അപ്പോ നമ്മുടെ ILOയുടെ 187 മെമ്പേഴ്സിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ്, അത് ഗവൺമെന്റിൽ നിന്നും എംപ്ലോയറിൽ നിന്നും വർക്കറിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് ഒക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഡിഫറെന്റ് ഇഷ്യൂസ് അവിടെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ ട്രൈപാർട്ടൈറ്റ് ഡെലിഗേഷൻ ലെഡ് ബൈ ദ സെക്രട്ടറി ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിസ് സുമിത ദ്വാര പാർട്ടിസിപ്പേറ്റഡ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ട്രൈപാർട്ടൈറ്റ് ഡെലിഗേഷൻ ലീഡ് ചെയ്തത് സെക്രട്ടറി ആയിട്ടുള്ള ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ സെക്രട്ടറി ആയിട്ടുള്ള മിസ് സുമിത ദ്വാരയാണ്. Universities will be allowed to offer admissions twice a year on lines of foreign universities, UGC. അപ്പൊ 2 അഡ്മിഷൻ സൈക്കിൾസ് ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആണ് വരാൻ പോകുന്നത്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ ഇൻവോൾവ് ആണ്. ജൂലൈ, ഓഗസ്റ്റ്, ജനുവരി, ഫെബ്രുവരി 2024-25 അക്കാദമിക് സെഷൻ മുതൽ. ഈ ബൈനൽ അഡ്മിഷൻ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മെയിൻ ആയിട്ട് റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ചെയ്യാൻ വേണ്ടി, അതായത് ഫാക്കൽറ്റി, ലാബ്, ക്ലാസ് റൂംസ്, സപ്പോർട്ട് സർവീസസ് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തുക, അതുപോലെ ബെറ്റർ ഫംഗ്ഷനിങ് ഫ്ലോ, ഇതൊക്കെ യൂണിവേഴ്സിറ്റിക്കകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. യൂണിവേഴ്സിറ്റീസ് വേൾഡ് വൈഡ് ഓൾറെഡി ഈ ഒരു ബൈനിയൽ അഡ്മിഷൻ സിസ്റ്റത്തിലാണ് ഫോളോ ചെയ്യുന്നത്. ഈ ബൈനിയൽ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അത് മാൻഡേറ്ററി അല്ല. ഇറ്റ് ഈസ് flexibility that UGC provides to the HEIs which want to increase their student intake and offer new programs in emerging areas. ഇപ്പൊ എമർജിംഗ് ഏരിയാസിൽ പുതിയ പ്രോഗ്രാംസ് കൊണ്ടുവരികയും കൂടുതൽ സ്റ്റുഡൻസിനെ ഇൻടേക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് UGC ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ചെറിയൊരു ഫ്ലെക്സിബിലിറ്റി ഇതിന്റെ പേരിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് കൂടാതെ ഇതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ബൈനിയൽ അഡ്മിഷൻ സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കൊളാബറേഷൻസും സ്റ്റുഡന്റ് എക്സ്ചേഞ്ചസും, അതായത് നമ്മുടെ രാജ്യത്തു നിന്നുള്ള കുട്ടികൾക്ക് അങ്ങോട്ട് പോകാനും അവിടെ നിന്ന് രാജ്യത്തു നിന്നുള്ള കുട്ടികൾക്ക് ഇവിടെ വന്ന് പഠിക്കാനൊക്കെ ഉള്ള ഒരു ചാൻസും കൂടെ ഇതുവഴി തുറന്നു കൊടുക്കുകയാണ്. സ്മോളസ്റ്റ് നോൺ ഗ്രേറ്റ് ഏപ്പ് വിച്ച് lived in 11 million years ago found in Germany. അപ്പൊ വളരെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ ഏപ്പിനെ ജർമ്മനിയിൽ നിന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അത് ഡേറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് അത് 11 million years ago ആണ് അത് ജീവിച്ചിരുന്നതെന്നാണ്. ഇതൊരു ടൈനി ക്രീച്ചർ ആണ്, സ്മോളർ ദാൻ എനി അതർ ഗ്രേറ്റ് ഏപ്പ് ഓൺ റെക്കോർഡ്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ചെറുത് അതാണ്. ഇത് എസ്റ്റിമേറ്റഡ് ടു ഹാവ് വെയ്ഡ് 10 kg, 10 കിലോ മാത്രമാണ് അതിന് വെയിറ്റ് ഉള്ളത്. സൈസ് എന്ന് പറഞ്ഞ ഒരു ഹ്യൂമൻ ടോഡ്ലറിന്റെ സൈസ് മാത്രമാണ് വരുന്നത്. ഈ സ്പീഷീസിന്റെ പേര് ബുറോണിയസ് മാൻഫ്രെഡ്ഷ്മിഡി എന്നുള്ളതാണ്. ഒരു ആൻഷ്യൻ ഹ്യൂമനിഡ് ആണ്. ഇത് ആൻസിസ്ട്രൽ ഫാമിലി എന്ന് പറയുന്നത് മോഡേൺ ഹ്യൂമൻസിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. ഗൊറില്ലാസ്, ചിമ്പാൻസീസിന്റെ ഒക്കെ ഒരു ആൻസിസ്ട്രൽ ഫാമിലി ഉണ്ട് ഇതിന്. ദിസ് ന്യൂ ജീനസ് ഇസ് ഫാർ സ്മോളർ ദാൻ എനി ലിവിംഗ് ഓർ എനി ഫോസിൽ ഹ്യൂമനിഡ്. അപ്പൊ നമുക്ക് കിട്ടിയതിൽ ഏത് ഫോസിൽ ഹ്യൂമനിഡിന്റെ ആണെങ്കിലും ലിവിംഗ് ഹ്യൂമനിഡിന്റെ ആണെങ്കിലും അതിനേക്കാൾ ഒക്കെ ചെറുതാണ് ഈ ഒരു ജീനസിൽ വരുന്ന ഈ ഒരു ഏപ്പ് എന്ന് പറയുന്നത്. Even though Buronius manfredschmidi was small, its shape suggests that it was a good climber and mostly lived high in the sky, based on a few pieces of bones that have been found, like 2 teeth and kneecap. അപ്പൊ നമുക്ക് 2 ടീത്തിന്റെ പോർഷൻസും നീക്യാപ്പ് ഒക്കെയാണ് കിട്ടിയത്. അപ്പൊ ഇതൊക്കെ വെച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാക്കിയത് ചെറുതാണെങ്കിലും ഇത് ഒത്തിരി സ്കൈയിൽ ഒത്തിരി ഹൈറ്റിൽ ജീവിക്കുന്ന, അതായത് വലിയ ട്രീസിലൊക്കെ ജീവിക്കുന്ന നല്ല ക്ലൈംബിംഗ് എബിലിറ്റി ഉള്ള ഒരു ഏപ്പ് ആണെന്നാണ് നമ്മുടെ പ്രാഥമിക നിഗമനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിസ്കവറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വെറൈറ്റി ഓഫ് ഹ്യൂമനിഡ്സിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇതുവഴി സാധിക്കും. ഒരു മയോസിൻ എറയുടെ സമയത്തൊക്കെ ലീവ് ചെയ്തിരുന്ന ഏപ്പിനെ കുറിച്ചൊക്കെ ഇതുവരെ നമുക്ക് പഠിക്കാം. അപ്പോൾ വിച്ച് ലാസ്റ്റഡ് ഫ്രം 23.03 million years ago to 5.33 million years ago. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ, ഈ ഒരു മയോസിൻ എറയുടെ സമയത്ത് ജീവിച്ചിരുന്ന ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഹോമിനിഡ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡിസ്കവറി ഹെൽപ്പ് ചെയ്യും. Aquaculture overtakes wild fisheries for first time, UN report. Aquaculture നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് ഇൻക്രീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ വേൾഡിന്റെ ഫുഡ് നീഡ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വൈൽഡ് ഫിഷറീസ് എന്ന് പറയുന്നത് സർപ്പാസിംഗ് വൈൽഡ് ഫിഷറീസ് ഇൻ അക്വാട്ടിക് അനിമൽ പ്രൊട്ടക്ഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് വൈൽഡ് ഫിഷറീസ് എന്ന് പറയുന്നത് അക്വാട്ടിക് അനിമൽ പ്രൊട്ടക്ഷൻ സർപ്പാസ് ചെയ്ത് വന്നിരിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്.
2022 അക്വാകൾച്ചറിൽ 51% ഓഫ് ടോട്ടൽ അക്വാട്ടിക് ആനിമൽ പ്രൊഡക്ഷൻ ആയിരുന്നു. 57% ഓഫ് ദി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ കൺസപ്ഷന് വേണ്ടിയിട്ടും ആയിരുന്നു. എന്നാൽ വൈൽഡ് ഫിഷറീസിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാർജ്ലി അൺചേഞ്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് കുറെ ഡിക്കേഡ്സ് ആയിട്ട്. അക്വാകൾച്ചർ 6.6% 2020 ശേഷം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആർമി ലോഞ്ചസ് ഇന്റഗ്രേറ്റഡ് ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റം വിദ്യുത് രക്ഷക്. ഇപ്പൊ ഒരു ടെക് ബേസ്ഡ് ഇന്നോവേഷൻ ആണ് ഇത്. ഒരു ഇന്റഗ്രേറ്റഡ് ജനറേറ്റർ മോണിറ്ററിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റം ആണ്. ഇത് ഇന്ത്യൻ ആർമിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിദ്യുത് രക്ഷക് അത് ആർമി ഡിസൈൻ ബ്യൂറോ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇസ് ലോഞ്ച്ഡ് ബൈ ആർമീസ് വൈസ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഇയർ ഓഫ് ടെക് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു ഇയർ ആയിട്ടാണ് അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പാർട്ട് ഫ്രം മോണിറ്ററിംഗ് ജനറേറ്റഡ് പാരാമീറ്റേഴ്സ് ഇതിന് ഇത് ഇനാബിൾസ് ഫോൾട്ട് പ്രൊട്ടക്ഷൻസ് പറ്റും, പ്രിവെൻഷൻ ആൻഡ് ഓട്ടോമേറ്റ്സ് മാനുവൽ ഓപ്പറേഷൻസ് പറ്റും, മാൻ പവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കും. ലോഞ്ച് ഓഫ് LSAM-13 അല്ലെങ്കിൽ യാർഡ് 81 ഫിഫ്ത് ബാച്ച് ഓഫ് 08X മിസൈൽ കം അമ്യൂണിഷൻ ബാർജ് പ്രൊജക്ട്. അപ്പൊ ലോഞ്ച് ഓഫ് മിസൈൽ കം അമ്യൂണിഷൻ ബാർജ് LSAM-13 അതാണ് യാർഡ് 81 എന്ന് പറയുന്നത്. ഫിഫ്ത് ബാർജ് ഓഫ് 08 മിസൈൽ കം അമ്യൂണിഷൻ ബാർജ് പ്രൊജക്ടിന്റെ ഭാഗമാണ്. അപ്പൊ ഇതിന്റെ കോൺട്രാക്ട് എന്ന് പറയുന്നത് 0.8 മിസൈൽ കം അമ്യൂണിഷൻ ബാർജ് ബിൽഡ് ചെയ്യാനുള്ള ഒരു കോൺട്രാക്ട് MOD ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു സെക്കോൺ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് വിശാഖപട്ടണത്തില്. 19th ഫെബ്രുവരി 21 തന്നെയാണ് കോൺട്രാക്ട് ഒരു സൈൻ ചെയ്തിരിക്കുന്നത്. അത് ലോഞ്ച് ചെയ്തു. ഇപ്പോ BWF എന്ന് പറയുന്നത് BWF സദ്വിക് ചിറാങ് ലോസ് നമ്പർ 1 റാങ്കിങ് സ്ലിപ്പ് ടു തേർഡ്. അപ്പൊ പ്രീമിയർ ഇന്ത്യൻ ഡബിൾ പെയർ ഓഫ് സത്വിക് രാജ് Renki Reddy and Chirag Shetty, who pulled out of their title defense at Indonesia Open last week, slipped 2 ranks to the third in the latest Badminton World Federation rankings. അപ്പോൾ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ റാങ്കിങ് അതാണ് BWF എന്ന് പറയുന്നത്. അതിൽ സത്വിക്കിനും ചിറാങ്ങിനും അവരുടെ ഫസ്റ്റ് റാങ്കിങ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരിപ്പോ തേർഡ് റാങ്കിങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പൊ ചിറാഗ് സത്വിക് പെയർ എന്ന് പറയുന്നത് തായ്ലൻഡ് ഓപ്പണിൽ മെയിൽ നടന്നപ്പോൾ അവർക്ക് നമ്പർ 1 റാങ്കിങ് കിട്ടിയിരുന്നു. ഇപ്പൊ ഇന്തോനേഷ്യ ഓപ്പൺ നടന്ന ലാസ്റ്റ് വീക്ക് അതിലാണ് അവരുടെ റാങ്ക് കുറഞ്ഞത്. India's Galveer Singh clinched a silver medal in men's 5,000 meter race at Portland Track Festival High Performance Meet in US. ഇത് പോർട്ട്ലാൻഡ് US വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ ഏഷ്യൻ ഗെയിംസ് ബ്രോൺസ് മെഡലിസ്റ്റും അതുപോലെ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ആയിട്ടുള്ള ഒരാളാണ് ഇവിടെ ഗുൽവീർ സിംഗ് എന്ന് പറയുന്നത്. 5,000 മീറ്റർ റേസിലാണ് അദ്ദേഹത്തിന് സിൽവർ മെഡൽ കിട്ടിയത്. ഇപ്പൊ ഗുൽവീർ clocked the national record timing of 13 minutes 18.92 seconds to surpass the previous record of 13 minutes 19.30 seconds set by Avinash Sable last year. അപ്പൊ കഴിഞ്ഞ വർഷം അവിനാഷ് സാബിൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു പ്രീവിയസ് വേൾഡ് റെക്കോർഡ് നാഷണൽ റെക്കോർഡ് ഉണ്ടായിരുന്നു 13 മിനിറ്റ് 19.30 സെക്കൻഡ്സ്. അതിപ്രാവശ്യം ഗുൽവീർ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. 13 minutes 18.92 സെക്കൻഡ്സിനാണ് അദ്ദേഹം കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ ഗുൽവീർ now holds a national record in both 10,000 meter and 5,000 meter races. 5000 മീറ്ററിലും 10,000 മീറ്ററിലും നാഷണൽ റെക്കോർഡ് ഉള്ള ഒരാളാണ് ഗുൽവീർ സിംഗ്. Mumbai Cricket Association President Amol Khale passes away due to cardiac arrest in New York. Khale was elected as the MCA president in October 2022. അപ്പോൾ MCAയുടെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് ഒക്ടോബർ 2022 ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗിന്റെ ഒരു കോ പ്രൊമോട്ടർ ആണ്. ടെന്നീസ് ബോൾ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റ് ലീഗ് ഏർലിയർ ദിസ് ഇയറിൽ ലോഞ്ച് ചെയ്തത് അദ്ദേഹം തന്നെയാണ്. 13 ജൂൺ ഇന്റർനാഷണൽ ആൽബിനിസം അവയർനെസ് ഡേ ആണ്. 2024 ലോഞ്ച് ഓഫ് ഇന്റർനാഷണൽ ആൽബിനിസം അവയർനെസ് ഡേ ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് 10 years of IAAD, a decade of collective progress എന്നുള്ളതാണ്. ആൽബിനിസം എന്ന് പറയുന്നത് നോൺ കണ്ടാജിയസ് റയർ ജനറ്റിക്കലി ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു ഡിസീസ്, ഒരു ഹെൽത്ത് കണ്ടീഷൻ ആണ്. അത് ബർത്തിന്റെ സമയത്ത് തന്നെയാണ് പ്രസന്റ് ആയിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കിന്നിലെയും ഐയിലെയും ഹെയറിലെയും മെലാനിന്റെ കണ്ടന്റ് കുറവ് കാണും. അതായത് നമ്മൾ ഈ പാണ്ട് വരുന്ന ഒരു ഹെൽത്ത് കണ്ടീഷൻ ആണ് ഈ ആൽബിനിസം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ തൊലിക്കെല്ലാം നിറം നൽകുന്ന ഒരു വർണ്ണ വസ്തുവാണ് ഈ മെലാനിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇറ്റ് കോസസ് വൾനറബിലിറ്റി. സണ്ണിലേക്ക് എക്സ്പോസ് മെലാനിൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. സണ്ണിലേക്ക്
എക്സ്പോഷർ ആവുന്ന സമയത്ത് ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് വൾണറബിലിറ്റി കൂടും. അപ്പൊ എല്ലാ ആൽബിനോസും വിഷ്വലി ഇൻസ്പയർഡ് ആയിരിക്കും ആൻഡ് പ്രോൺ ടു ഡെവലപ്പിംഗ് സ്കിൻ ക്യാൻസർ വരാനുള്ള ചാൻസും അവരിൽ കൂടുതലായിരിക്കും. Ministry of Information and Broadcasting announces third edition of Antarashtriya Yoga Divas Media Command for 2024. The aims at recognizing the positive role and responsibility of the media in promoting the spread of yoga both in India and abroad. ഇന്ത്യയിലും അബ്രോഡിലും നമ്മുടെ യോഗയുടെ ഇമ്പോർട്ടൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അന്താരാഷ്ട്രീയ യോഗ ദിവസ് മീഡിയ സമ്മാനം എന്ന് പറയുന്ന തേർഡ് എഡിഷൻ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ 33 അവാർഡ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. കൺഫൈൻഡ് അണ്ടർ 3 കാറ്റഗറീസ്: പ്രിന്റ്, ടെലിവിഷൻ, റേഡിയോ. ഈ 3 കാറ്റഗറീസിലാണ് 33 അവാർഡ്സ് കൊടുക്കുന്നത്. 22 ഇന്ത്യൻ ലാംഗ്വേജസിനെയും ഇംഗ്ലീഷിനെയും ഇതിനു വേണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ദിസ് ഇൻക്ലൂഡ്സ് 11 അവാർഡ്സ് ഈച്ച് ഫോർ ദ ബെസ്റ്റ് മീഡിയ കവറേജ് ഇൻ യോഗ ഇൻ ന്യൂസ് പേപ്പർ. ഇപ്പൊ ന്യൂസ് പേപ്പറിൽ നല്ല രീതിയിൽ യോഗയെ കവർ ചെയ്യുന്ന ആളുകൾക്ക് 11 അവാർഡ് വരുന്നുണ്ട്. അതുപോലെ ബെസ്റ്റ് മീഡിയ കവറേജ് ഇൻ യോഗ ഇൻ ഇലക്ട്രോണിക് മീഡിയ, ബെസ്റ്റ് മീഡിയ കവറേജ് ഇൻ യോഗ ഇലക്ട്രോണിക് മീഡിയ, റേഡിയോയും ടീമും വരുന്നുണ്ട്. AYTMS second edition 2023. So the first edition of awards was conferred on 7th January 2020. അപ്പൊ ആദ്യത്തെ അവാർഡ് January 7th 2020 വന്നിരുന്നത്. So the winners of last year AYTMS second editionന്റെ winners എന്ന് പറയുന്നത് will also be conferred the സമ്മാൻസ് along with the winners of this year. ഈ വർഷത്തെ വിന്നേഴ്സിന് കഴിഞ്ഞ വർഷത്തെ വിന്നേഴ്സിനും ഒരുമിച്ചാണ് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. International Day of Yoga celebrated on June 21 every year. എല്ലാ വർഷവും ജൂൺ 21 നമ്മൾ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗയുടെ 2024 തീം എന്ന് പറയുന്നത് യോഗ ഫോർ വുമൺ എംപവർമെന്റ് എന്നുള്ളതാണ്. സറോദ് മേസ്ട്രോ രാജീവ് തർനാഥ് passes away in Mysuru. അപ്പൊ തർനാഥ് ഒരു ഡിസ്റ്റിംഗ്വിഷ്ഡ് എക്സ്പോണന്റ് ഓഫ് സീനിയർ മേഹർ ഘരാന വാസ് ദ സീനിയർ മോസ്റ്റ് ഡിസിപ്ലിൻ ഓഫ് ഉസ്താദ് അലി അക്ബർ ഖാൻ. അദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു സ്കോളർ ആണ്. ഹി വാസ് റെഫറൻസ്ഡ് ഇൻ ദ ഫേമസ് ആർദൻ എഡിഷൻ ഓഫ് ഷേക്സ്പിയറിന്റെ ആർദൻ എഡിഷനിൽ ഫേമസ് ഒരു ബുക്കാണ്, അതിനകത്ത് റെഫറൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, he was awarded Sangeet Nadu Academy Award in 2000 and Padma Shri in 2019. Karnataka, he was the best all with the Rajyotsava Award in 1996, Chowdhury Memorial Award in 1998, Sangeet Vidwan Award in 2018, Nadoja Award in 2019. Abhijit Kishore appointed chairman of COAI. COAI എന്ന് പറയുന്നത് Cellular Operators Association of India ആണ്. Telecom Industry Association COAI named Vodafone Idea COO Abhijit Kishore as the chairperson. Effective ആവുന്നത് ജൂൺ 2024 മുതലാണ്. അപ്പൊ ഈ അഭിജിത്ത് കിഷോർ വോഡാഫോൺ ഐഡിയയുടെ സിഒഒ കൂടാണ്. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ടു ബി നെക്സ്റ്റ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. ഇപ്പൊ സെൻട്രൽ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിട്ട് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിനെ നെക്സ്റ്റ് ആർമി ചീഫ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ലഫ്റ്റനന്റ് ജനറൽ ദ്വിവേദി വിൽ നൗ ടേക്ക് ഓവർ ദി പുതിയ അപ്പോയിന്റ്മെന്റ് ടേക്ക് ഓവർ ചെയ്യുന്നത് ജൂൺ 30, 2024 ആഫ്റ്റർനൂൺ മുതലാണ്. അപ്പൊ ലഫ്റ്റനന്റ് ജനറൽ ദ്വിവേദി എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഇൻഫാൻട്രി ആൻഡ് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫിന്റെ ഡയറക്ടർ ആയിട്ടാണ് വരുന്നത്. അതിന്റെ ഹെഡ്ക്വാർട്ടർ, അതായത് ഹെഡ്ക്വാർട്ടർ നോർത്തേൺ കമാൻഡ് ഫ്രം 2022 to 24. ബിഫോർ ഗെറ്റിംഗ് അപ്പോയിന്റ് ആസ് ദ വൈസ് ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ്. ആർമി സ്റ്റാഫിന്റെ വൈസ് ചീഫ് ആയിട്ട് വരുന്നതിന് മുന്നേ അദ്ദേഹം ഈ പറയുന്ന ഡയറക്ടർ ജനറൽ ഓഫ് ഇൻഫാൻട്രി ആൻഡ് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. The government extended the tenure of current Army Chief General Manoj Pandey, who was to retire on May 31st by a month. ഇപ്പോ റിട്ടയർ ആകാൻ പോകുന്ന ആർമി ചീഫിന്റെ ഹെഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ജനറൽ മനോജ് പാണ്ഡെ. May 31 റിട്ടയർ ആവേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ ടെന്യൂർ ഒരു മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു. ആർമി ചീഫ് റിട്ടയർസ് ഓൺ കംപ്ലീഷൻ ഓഫ് 3 years in an appointment or an attaining the age of 62, whichever is earlier. അപ്പൊ ഒരു ആർമി ചീഫ് എപ്പോഴാണ് റിട്ടയർ ആവുക എന്നുള്ളത് 3 വർഷത്തെ അവരുടെ സർവീസ് കംപ്ലീറ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ 62 വയസ്സാകുമ്പോഴോ ഇതിൽ ഏതാണ് ആദ്യം വരുന്നത് അത് കൺസിഡർ ചെയ്തിട്ടാണ് ഇവർക്ക് റിട്ടയർമെന്റ് വരുന്നത്. 8th edition of Japan India Maritime Exercise GMEX 24 start in Japan. അപ്പൊ ഇന്ത്യൻ നേവീസ് ഇൻഡിജീനിയസ് സ്റ്റീൽ ഫ്രിഗേറ്റ് INS ശിവാലിക് ആണ് യൊക്കോസുക്ക ജപ്പാനിൽ പോയിരിക്കുന്നത് ഈ ബയലാറ്ററൽ ജപ്പാൻ ഇന്ത്യ മാരിടൈം എക്സസൈസിൽ പങ്കെടുക്കാനായിട്ട്.
ജിമെക്സ് 24 എക്സസൈസ് എന്ന് പറയുന്നത് ജപ്പാനീസ് നേവിയും ജപ്പാനീസ് മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സും കൂടിയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ JMSDF എന്ന് പറയുന്നത് റെപ്രസെന്റഡ് ബൈ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ JS യുഗിരി വെച്ചിട്ടാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ജപ്പാൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഹാർബർ ആൻഡ് സീ ഫേസസ് രണ്ടും ഇൻക്ലൂഡഡ് ആണ്. ജിമെക്സ് 2012 ജപ്പാനിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 7th ജിമെക്സ് 2023 ഇന്ത്യൻ നേവി വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ് ഹോസ്റ്റ് ചെയ്തത്. ഇനി എക്സസൈസസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ജപ്പാൻ വേറെയും എക്സസൈസസ് ഉണ്ട്. ഒന്നാണ് മലബാർ. ഇതൊരു മൾട്ടിനാഷണൽ നേവൽ എക്സസൈസ് ആണ്. ഇന്ത്യയും ജപ്പാനും US-ഉം ഓസ്ട്രേലിയയും ആണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പിന്നെ ജിമെക്സ് ഉണ്ട്, അത് നമ്മൾ പറഞ്ഞ നേവൽ എക്സസൈസ് ആണ്. ഷിൻയോ മൈത്രി എന്ന് പറയുന്ന ഒരു എക്സസൈസ് ഉണ്ട്, അത് എയർഫോഴ്സിന്റെ ആണ്. ധർമ്മ ഘാടി എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് ആർമിയുടെ ആണ്. മോഹൻ ചരൺ മജ്ജി sworn in as first BJP Chief Minister of Odisha. So BJP MLA from കൊനിജാർ മോഹൻ ചരൺ മജ്ഹി, അദ്ദേഹം ട്രൈബൽ സന്താൽ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളാണ്. അദ്ദേഹം ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഓർത്തെടുത്തു. ഈ പാർട്ടി 2 ഡെപ്യൂട്ടി CM-നെയും കൂടെ പിക്ക് ചെയ്തിട്ടുണ്ട്, KV സിംഗ് ദിയോ അതുപോലെ പാർവതി പരീദ. ഈ പാർവതി പരീദ ഫസ്റ്റ് വുമൺ ഡെപ്യൂട്ടി CM ഓഫ് ദി സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിലുള്ള ആദ്യത്തെ വുമൺ ഡെപ്യൂട്ടി CM ആണ്. ഒഡീഷയിലെ ഗവർണർ ശ്രീ രഘുഭാർ ദാസ് ആണ്. N. Chandrababu Naidu took oath of Andhra Pradesh Chief Minister for 4th time. For 4th time ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് N. Chandrababu Naidu ഓത്ത് എടുത്തിരിക്കുകയാണ്. അപ്പൊ ചന്ദ്രബാബു നായിഡു തെലുങ്കു ദസാം പാർട്ടി സുപ്രീമോയുടെ ഒരു ലീഡറാണ്. അദ്ദേഹം 4th ടൈമിലാണ് ആന്ധ്രാപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ ആകുന്നത്. ജനസേന പാർട്ടി ചീഫ് പവൻ കല്യാൺ ആണ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആകുന്നത്. ആന്ധ്ര ഗവർണർ S. അബ്ദുൾ നസീർ ആണ്. Union Cabinet approves construction of 3 crore additional houses under Pradhan Mantri Awas Yojana. അപ്പൊ പ്രധാൻ മന്ത്രി ആവാസ് യോജനയുടെ കീഴിലും 3 കോടി അഡീഷണൽ ഹൗസസും കൂടെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള അപ്രൂവൽ യൂണിയൻ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ PM ആവാസ് യോജന എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക്, അതായത് BPL വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോ ഓഫ് ദീസ് 3 crore houses 2 crore will be constructed under PM ആവാസ് യോജന ഗ്രാമീൺ, വൈൽ 1 crore under PM ആവാസ് യോജന അർബൻ. അപ്പൊ ഇത് തന്നെ 2 സ്കീമായിട്ട് തിരിച്ചിട്ടുണ്ട്, ഗ്രാമീണിലും അർബനിലും. ഇപ്പൊ 2 കോടി വീടുകൾ ഗ്രാമീണിലും 1 കോടി വീടുകൾ അർബനിലുമാണ് വരാൻ പോകുന്നത്. സുഹേൽവ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ UP ടു ബിക്കം എ ടിയർ എന്ന് പറഞ്ഞാൽ ടൈഗർ റിസർവ്. ഒരു പുതിയ ടൈഗർ റിസർവ് കൂടി ഉത്തർപ്രദേശിൽ വരാൻ പോവുകയാണ്. അപ്പൊ സുഹേൽവ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ടൈഗർ പോപ്പുലേഷന്റെ എവിഡൻസ് കണക്കിലെടുത്തിട്ടാണ് ഇത് ബൽറാംപൂർ, ശ്രാവസ്തി, ഗോണ്ട പോലുള്ള ഡിസ്ട്രിക്ട്സിനെ എല്ലാം കവർ ചെയ്തിട്ടാണ് ഈ ഒരു ടൈഗർ റിസർവ് വരുന്നത്. ഇപ്പോ ഈ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് പിൽവിത്ത് ടൈഗർ റിസർവിന്റെ 10ാമത്തെ ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് വന്നത്. സുഹേൽവ എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് 1988-ലാണ്. ഇത് 452 സ്ക്വയർ കിലോമീറ്റർ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇത് കിടക്കുന്നത്. WHO confirms H9N2 bird flu in India in 4-year-old. World Health Organization recently human infection of bird flu ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. ഈ ബേർഡ് ഫ്ലൂ ഉണ്ടാക്കുന്നത് H9N2 എന്ന് പറയുന്ന വൈറസ് ആണ്. ഒരു 4 വയസ്സ് പ്രായമുള്ള ഒരു വെസ്റ്റ് ബംഗാളിലുള്ള ഒരു കുട്ടിയിലും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് WHO പറയുന്നത്. ഇത് ഇന്ത്യയിൽ നിന്ന് വരുന്ന സെക്കൻഡ് കേസാണ്. ഫസ്റ്റ് 2019-ലാണ് പറഞ്ഞത്. ഇനി H9N2 വൈറസും കൂടെ എന്താ നോക്കാം. H9N2 എന്ന് പറയുന്നത് ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസിന്റെ തന്നെ ഒരു സബ് ടൈപ്പ് ആണ്. കോമൺലി നമ്മൾ ബേർഡ്സിലാണ് ഇത് കാണുന്നത്. ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൈമർലി കണ്ടാമിനേറ്റഡ് എൻവയോൺമെന്റ് ആയിട്ടോ ഡിസീസ്ഡ് ബേർഡ്സ് ആയിട്ടോ കോൺടാക്റ്റിൽ വരുമ്പോഴാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ കോമൺ സിംറ്റംസ് ലൈക്ക് എനി അതർ വൈറൽ ഇൻഫെക്ഷൻ, ഫീവർ ഉണ്ടാവും, കഫ് ഉണ്ടാവും, സോർ ത്രോട്ട് ഉണ്ടാവും, റണ്ണി, അതുപോലെ സ്റ്റഫി ആയിട്ടുള്ള നോസ്, ഹെഡ് ഏക്ക്. മറ്റ് സിംറ്റംസ് മസിൽ ഏക്ക്, ഫാറ്റിക്, കൺജക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. India ranks 129 on Global Gender Gap Index (WGI). According to Global Gender Gap Index, the World Economic Forum ആണ് റിലീസ് ചെയ്യുന്നത്. ഇന്ത്യ 2 പ്ലേസസ് സ്ലിപ്പ് ചെയ്ത് 129th പൊസിഷനിലാണ് വരുന്നത്. 146 കൺട്രീസ് ആണ് മൊത്തം ഉള്ളത്. ഐർലൻഡ് ആണ് ടോപ്പ് സ്പോട്ടിൽ എത്തിയത്. സെക്കൻഡ് ഫിൻലാൻഡ്, തേർഡ് നോർവേ, ന്യൂസിലൻഡ്, സ്വീഡൻ. ഇവരാണ് ടോപ്പ് 5-ൽ വരുന്ന രാജ്യങ്ങൾ. UK 14ാമത്തെ റാങ്കിലും USA 43rd പ്ലേസിലാണ് വന്നിരിക്കുന്നത്. Globally, Sudan was ranked last on the index of 146 countries. 146 countries ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് സുഡാനാണ്. പാകിസ്ഥാൻ slipped 3 places. 145ാമത്തെ സ്ഥാനത്താണ് പാകിസ്ഥാൻ നിൽക്കുന്നത്.
Within South Asia, India ആണ് 5th after Bangladesh, Nepal, Sri Lanka and Bhutan. Pakistan ranked last. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എമർജിംഗ് എക്കണോമി ആണ്, പക്ഷേ എക്കണോമിക് പാരിറ്റി ഇവിടെ ലോവസ്റ്റ് ലെവലിലാണ് പോകുന്നത്. ഇപ്പോ ബംഗ്ലാദേശ്, സുഡാൻ, ഇറാൻ, പാകിസ്ഥാൻ, മൊറോക്കോ പോലുള്ള കൺട്രീസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ all of them registered less than 30% gender parity in estimated earned income. Earned interest 30% less than gender parity ആണ് ഇതിലെല്ലാം ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം കാണുന്നത്. However, India showed the best gender parity in terms of enrollment in secondary education, while it scored well on political empowerment of women at 65th rank globally. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ബെസ്റ്റ് ജെൻഡർ പാരിറ്റി എൻറോൾമെന്റ് സെക്കൻഡറി എഡ്യൂക്കേഷനിലെ എൻറോൾമെന്റിൽ ബെസ്റ്റ് ജെൻഡർ പാരിറ്റി കാണിക്കുന്നുണ്ട്. അതുപോലെ പൊളിറ്റിക്കൽ എംപവർമെന്റ് ഓഫ് വുമൺ 65th റാങ്ക് ഗ്ലോബലി ഉണ്ട്. WEF said India's economic parity score has trended upwards for the past 4 years. കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് ഇന്ത്യയുടെ എക്കണോമിക് പാരിറ്റി സ്കോർ എന്ന് പറയുന്നത് അപ്വേർഡ് ആണ് എന്നാണ് WEF പറയുന്നത്. ഇന്ത്യയിലെ ഓവറോൾ ജെൻഡർ ഗ്യാപ് ക്ലോഷർ എന്ന് പറയുന്നത് 64.1% ആണ് 2024. അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും ഒരു സ്ലൈറ്റ്ലി ഡിക്ലൈൻ ആണ്. കഴിഞ്ഞ വർഷം 64.2% ആയിരുന്നു. വേൾഡ് ഹാസ് ക്ലോസ് ടു 68.5% ജെൻഡർ ഗ്യാപ്പ്. പക്ഷെ കറന്റ് പേസ് എന്ന് പറയുന്നത് 134 will take another 134 years equivalent to 5 generations to achieve full gender parity. ഫുൾ ജെൻഡർ പാരിറ്റി കിട്ടണമെങ്കിൽ ഇനി 134 വർഷങ്ങൾ, അതായത് ഏകദേശം 5 ജനറേഷൻസും കൂടെ കഴിയണം എന്നാണ് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് ഇയറിൽ ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.1% പോയിന്റ്സിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വിശാഖപട്ടണം പോർട്ട് റാങ്ക് 19th in global efficiency index. ഇപ്പൊ 4th edition of global container port performance index റിവീൽ ചെയ്യുന്നത് ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ പോർട്സിൽ 2023 റിവീൽ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണിത്. ഇതിനകത്ത് 13 ഓഫ് ടോപ്പ് 20 പ്ലേസസ്. ഇത് വേൾഡ് ബാങ്കും S&P ഗ്ലോബൽ മാർക്കറ്റ് ഇന്റലിജൻസും കൂടിയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ടോപ്പ് റാങ്ക് ആയിട്ടുള്ള കണ്ടെയ്നർ പോർട്ട് എന്ന് പറയുന്നത് CPPI 2023 യക്ഷാൻ പോർട്ടാണ് ചൈനയിലെ. അത് കഴിഞ്ഞാൽ സെക്കൻഡ് പോർട്ട് ഓഫ് സലാല ഒമാൻ സെക്കൻഡ് പ്ലേസിൽ. മേജർ ഇന്ത്യൻ പോർട്ട് വിശാഖപട്ടണമാണ്, ടോപ്പ് 20 വന്നിരിക്കുന്നത്, 19th പൊസിഷൻ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എഗ്രീസ് ടു റിട്ടേൺ സ്റ്റോളൻ 500-year-old ബ്രോൺസ് ഐഡോൾ ടു ഇന്ത്യ. അപ്പൊ കൗൺസിൽ ഓഫ് UK പ്രസ്റ്റീജിയസ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ഒരു ക്ലെയിം അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 16th സെഞ്ചുറിയിലെ ഒരു ബ്രോൺസ് സ്കൾപ്ചർ, അത് സെയിന്റ് തിരുമങ്കായ് അൽവാറിന്റെ ആണ്, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഒരു തമിഴ്നാടിന്റെ ഒരു ടെമ്പിളിൽ നിന്ന് സ്റ്റോളൻ ചെയ്തതാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ UK അക്വേർഡ് ദ സ്റ്റാച്യു ഇൻ ഗുഡ് ഫെയ്ത്ത് ഇൻ 1967. ഇന്ത്യ നെയിംഡ് ഹോസ്റ്റ് ഫോർ 2025 FIH ഹോക്കി മെൻസ് ജൂനിയർ വേൾഡ് കപ്പ്. ഇന്ത്യ എന്ന് പറയുന്നത് FIHന്റെ ഹോക്കി മെൻസ് ജൂനിയർ വേൾഡ് കപ്പ് ഡിസംബർ 2025 ഹോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് കംപ്രൈസിംഗ് 24 ടീംസ് ആയിട്ട് നടക്കുന്നത്. ഓക്കെ, FIH ഹോക്കി മെൻസ് ജൂനിയർ വേൾഡ് കപ്പ് 2023 എന്ന് പറയുന്നത് ഹെൽഡ് ഇൻ 2023 നടന്ന മലേഷ്യയിലും ആണ്. ജർമ്മനി ആയിരുന്നു വിന്നർ ആയിരുന്നത്. India has previously hosted the tournament thrice in 2013 and 2016, 2021. 2013 ന്യൂഡൽഹിയിൽ വെച്ചും 2016 ലക്നൌവിൽ വെച്ചും 2021 ഭുവനേശ്വറിൽ വെച്ചും ഇന്ത്യ 3 പ്രാവശ്യം ഈ ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. They have won the title twice in 2001 and 2016. 2001 2016 ഇന്ത്യ വിൻ ചെയ്തിട്ടുമുണ്ട്. ഡോക്ടർ ദിലീപ് ടർക്കി, പ്രസിഡന്റ് ഓഫ് ഹോക്കിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ ദിലീപ് ടർക്കിയാണ്. 14th June വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണ്. ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് 20 years of celebrating giving, thank you blood donors എന്നുള്ളതാണ്. 2005 വേൾഡ് ഹെൽത്ത് അസംബ്ലി ആണ് ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആയിട്ട് എല്ലാ വർഷവും ഒബ്സർവ് ചെയ്യണമെന്ന് അനൗൺസ് ചെയ്തത്. മിഥുന സംക്രാന്തി രാജപ്രഭ 2024 സെലിബ്രേറ്റിംഗ് വുമൻഹുഡ് ആൻഡ് നേച്ചേഴ്സ് ബൗണ്ടി. രാജപ്രഭ അതിന്റെ വേറൊരു പേരാണ് മിഥുന സംക്രാന്തി എന്ന് പറയുന്നത്. ഒരു 3-day ലോങ് ഫെസ്റ്റിവൽ ആണ്. ഗ്രേറ്റ് എന്തൂസിയാസത്തോടു കൂടി ഒഡീഷയിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു സെലിബ്രേഷൻ ആണ്. ഈ ഫെസ്റ്റിവല് ബാസു മാതാക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബാസു മാത മീൻസ് എർത്ത് ഗോഡസ്. ഈ ഫെസ്റ്റിവലിന്റെ സമയത്ത് എല്ലാ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസും സ്റ്റോപ്പ് ചെയ്യും, ഗോഡസിന് റെസ്റ്റ് കൊടുക്കും. ഈ 3-day ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ജൂൺ 14 മുതൽ 16 വരെയാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. വളരെ ജോയസ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ്. മെയിൻ ആയിട്ട് വുമൻഹുഡിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സെലിബ്രേഷൻ ആണ്. മൺസൂണിന്റെ അറൈവലിനെ ആയിട്ട് കോയിൻസൈഡ് ചെയ്തുകൊണ്ടാണ് ഇവരിത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്,
National Geographic's Billy and Molly, an otter love story, to be the opening film at 18th Mumbai International Film Festival. അപ്പൊ 18th മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓപ്പണിംഗ് ഫിലിം ആയിട്ട് വന്നത് നാഷണൽ ജോഗ്രഫിയുടെ ബില്ലി ആൻഡ് മോളി ആൻഡ് ഓട്ടർ ലവ് സ്റ്റോറി എന്ന് പറയുന്ന മൂവിയാണ്. അപ്പോ MIFF, അതായത് മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് 15th ജൂൺ മുതൽ 21st ജൂൺ 2024 മുംബൈയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ബില്ലി ആൻഡ് മോളി ആൻഡ് ഓട്ടർ ലവ് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. 78 മിനിറ്റ്സ് ആണ് അതിന്റെ ഡ്യൂറേഷൻ. അത് ഡയറക്ട് ചെയ്തത് ചാർലി ഹാമിൽട്ടൺ ജെയിംസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. അപ്പൊ ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു വൈൽഡ് ഓട്ടറും ഒരു റിമോട്ട് ഷെറ്റ്ലാൻഡ് ഐലൻഡിൽ ജീവിക്കുന്ന ഒരു മാനും തമ്മിലുള്ള ഒരു അൺലൈക്ലി ഫ്രണ്ട്ഷിപ്പ് ആണ് അതിലൂടെ പറയുന്നത്. 3 craters discovered on Mars by scientists of physical research laboratory. ഇപ്പൊ ഈ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്ന് പറയുന്നത് അഹമ്മദാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലബോറട്ടറി ആണ്. അവിടുത്തെ ആളുകള് മാർസിൽ പുതിയ 3 ക്രാറ്റേഴ്സ് ഡിസ്കവർ ചെയ്തു. അവർ ഡിസ്കവർ ചെയ്തത് മാർസിന്റെ താഴ്സിസ് വോൾഗാനിക് റീജിയനിലാണ് 3 ക്രാറ്റേഴ്സ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇന്റർനാഷണൽ ആസ്ട്രോണമിക് യൂണിയൻ വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അത് പ്ലാനറ്ററി സിസ്റ്റം നോമൻക്ലേച്ചറിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വർക്കിംഗ് ഗ്രൂപ്പാണ്. അവര് ഈ ക്രാറ്റേഴ്സിന്റെ 3 ക്രാറ്റേഴ്സിന്റെ നെയിമും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ക്രാറ്ററിന് പേര് കൊടുത്തത് ലാൽ ക്രാറ്റർ എന്നാണ്. നമ്മുടെ ഇന്ത്യയിൽ റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ജിയോ ഫിസിസ്റ്റ് ആണ് പ്രൊഫസർ ദേവേന്ദ്ര ലാൽ. അദ്ദേഹത്തിന്റെ പേരാണ് ഈ ക്രാറ്ററിന് കൊടുത്തത്. അപ്പൊ ഈ ക്രാറ്റർ എന്ന് പറയുന്നത് 65 കിലോമീറ്റർ വൈഡർ ആയിട്ടുള്ള ഒരു ക്രാറ്റർ ആണ്. സെക്കൻഡ് ക്രാറ്ററിന്റെ പേര് മുർസാൻ ക്രാറ്റർ എന്നാണ്. മുർസാൻ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഒരു ടൗൺ ആണ്. മുർസാൻ ക്രാറ്റർ എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് ഒരു 10 കിലോമീറ്റർ വൈഡ് ആയിട്ടുള്ള ഒരു ക്രാറ്റർ ആണ്. ആക്ച്വലി ലാൽ ക്രാറ്ററിന്റെ ഈസ്റ്റേൺ സൈഡ് ഓഫ് റിമ്മില് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് മുർസാൻ ക്രാറ്റർ കാണുന്നത്. ഇനി തേർഡ് ക്രാറ്റർ ഉണ്ട്, ഹിൽസ ക്രാറ്റർ എന്നാണ് പേര്. ഹിൽസ എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു ടൗണിന്റെ പേരാണ്. ഇതിനും അപ്രോക്സിമേറ്റ്ലി 10 കിലോമീറ്റർ വൈഡ് ആയിട്ടുള്ള ഒരു ക്രാറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് ലാൽ ക്രാറ്ററിന്റെ വെസ്റ്റേൺ സൈഡ് ഓഫ് റിമുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോ ഒരു ജിയോ ഫിസിക്കൽ എവിഡൻസ് ഓഫ് മെറ്റീരിയൽ ലാവ അല്ലാതെ നമുക്ക് ഈ ക്രാറ്ററിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു 45 മീറ്റർ തിക്കായിട്ടുള്ള സെഡിമെന്ററി ഡെപ്പോസിറ്റ് ഈ ക്രാറ്ററിന്റെ സബ് സർഫസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഡിസ്കവറി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കമ്പല്ലിംഗ് എവിഡൻസ് ദാറ്റ് വാട്ടർ ഹാസ് മൂവ്ഡ് ലാർജ് വോളിയം ഓഫ് സെഡിമെന്റ്സ് ഇൻ ടു ദ ക്രാറ്റർ. ഈ ക്രാറ്ററിലേക്ക് ഈ സെഡിമെന്റ്സ് ഇത്രയും ലാർജ് വോളിയം സെഡിമെന്റ്സ് എത്തിച്ചത് വാട്ടർ ആണെന്ന് ഉള്ള ഒരു എവിഡൻസ് കിട്ടുന്നുണ്ട്. ലാൽ ക്രാറ്ററിലാണ് ഈ സെഡിമെന്റ് ഡെപ്പോസിറ്റ് ഒക്കെ കാണുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബാക്കി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് കൺഫേം ചെയ്യാൻ പറ്റും? മാർസിൽ ഒരിക്കൽ വെറ്റ് ആയിരുന്നു അല്ലെങ്കിൽ വാട്ടർ ഉണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ ഡിസ്കവർ ചെയ്തതാണ്. പക്ഷെ അത് കൺഫേം ചെയ്യിക്കാൻ ഇതുവഴി സാധിക്കും. അതുപോലെ വാട്ടർ ഇതിന്റെ സർഫസിലൂടെ ഫ്ലോ ചെയ്തിരുന്നു എന്നുള്ളതിനും ഒരു തെളിവാണ് ഇപ്പൊ ഈ ക്രാറ്ററിൽ കണ്ടുപിടിച്ച സെഡിമെന്റ്സ്. G7 സബ്മിറ്റ്, PM മോദി ലീവ്സ് ഫോർ ഇറ്റലി, ഫസ്റ്റ് ഫോറിൻ ട്രിപ്പ് ദിസ് ടേം. അപ്പോ നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ 3rd ടേം തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം 3rd ടേമിലേക്ക് പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ചാർജ് എടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ അബ്രോഡ് ഒരു വിസിറ്റ് എന്ന് പറയുന്നത് ഇറ്റലിയിലേക്കാണ്. അത് 50ാമത്തെ G7 ഔട്ട്റീച്ച് സബ്മിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഔട്ട്റീച്ച് സബ്മിറ്റിന് വേണ്ടി PM മോദിജിയെ ക്ഷണിച്ചത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജോർജിയ മെലോണിയാണ്. അപ്പൊ ഇന്ത്യയിലെ 11ാമത്തെ പാർട്ടിസിപ്പേഷൻ ആണ് G7 സബ്മിറ്റിൽ വരുന്നത്. അതുപോലെ PM മോദിജി 5th കോൺസിക്യൂട്ടീവ് പാർട്ടിസിപ്പേഷൻ ആണ് G7 സബ്മിറ്റില്. FICCI appoints Jyoti Vij as new Director General. Federation of Indian Chambers of Commerce and Industry ആണ് ജ്യോതി വിജിനെ അവരുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്, അപ്പോയിന്റ് ചെയ്യാൻ പോവാണെന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ FICCIയുടെ പ്രസിഡന്റ് അനീഷ് ഷായ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. മധ്യപ്രദേശ് CM ലോഞ്ച്ഡ് PM ശ്രീ ടൂറിസം എയർ സർവീസ് ഫ്രം ഭോപ്പാൽ. അപ്പൊ മധ്യപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ മോഹൻ യാദവ് ആണ്. അദ്ദേഹം ഒരു ഇൻട്രാ സ്റ്റേറ്റ് എയർ സർവീസ് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവരുന്നത്. ജൂൺ 13 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ പേര് PM ശ്രീ പരിയാധൻ വായു സേവ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റ് ഭോപ്പാലിൽ നിന്ന് ജബൽപൂരിലേക്കാണ് ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റിലെ തന്നെ മേജർ ടൂറിസ്റ്റ് സ്പോട്ടുകളെ എയർ റൂട്ടിലൂടെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മധ്യപ്രദേശിലെ ടൂറിസം ബോർഡാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 2 എയർക്രാഫ്റ്റുകളുണ്ട്. അത് 8 സിറ്റീസിനെയാണ് കവർ ചെയ്യുന്നത്. 1 ഭോപ്പാല്, 2 ഇൻഡോർ, 3 ജബൽപൂർ, 4 റേവ, 5 ഉജ്ജയിൻ, 6 ഗ്വാളിയർ, 7 സിംഗ്രൌലി, 8 ഗജറാവു. അപ്പൊ ഈ എല്ലാ സിറ്റീസും പോപ്പുലർ ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. ഇത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ഒരു പ്രൈവറ്റ് ഫേം ഉണ്ട്, ജെറ്റ് സെർവ് ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് ഈ ഒരു ഫ്ലയോള
അവരുമായിട്ട് ഇവര് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്കീം CM അനൗൺസ് ചെയ്തത് March 14, 2024 ഇത് സ്റ്റേറ്റിലെ ടൂറിസം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് കൊണ്ടുവന്നത്. ടൂറിസം കൂടാതെ തന്നെ ഈ PM ശ്രീ ടൂറിസം എയർ സർവീസ് എന്ന് പറയുന്നത് ട്രേഡ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ സെക്ടർ ഒക്കെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. 2-day Mizoram Sports Conclave 2024 to begin tomorrow with Vision 2036. അപ്പൊ 2036 എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇന്ത്യ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുന്ന വർഷമാണ് 2036. അപ്പൊ 2036 ഒളിമ്പിക്സിലേക്ക് മിസോറാമിൽ നിന്ന് കൂടുതൽ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതിനുവേണ്ടി യങ് അത്ലറ്റിക്സിനെ നർച്ചർ ചെയ്യാനും ഹണ്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കോൺക്ലേവ് നടത്തുന്നത്. മിസോറാമിലെ ഈ 2-day സ്പോർട്സ് കോൺക്ലേവ് 13 ജൂണിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തീമാണ് ഈ വിഷൻ 2036 എന്ന് പറയുന്നത്. ഇന്ത്യ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2036 ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി സെന്റർ, അതായത് ഈ വിഷൻ 2036 വേണ്ടി സെന്റർ സാങ്ഷൻ ചെയ്തിരിക്കുന്ന 60.80 ലക്ഷം രൂപയാണ്. ഇത് മെയിൻ ആയിട്ട് സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യുന്നതിനും മിസോറാമിലെയും മറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെയും സ്പോർട്സ് പേഴ്സൺസിനെ ഹെൽപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. മലബാർ റിവർ ഫെസ്റ്റിവൽ ടു ബി ഹെൽഡ് ഫ്രം July 25 to 28 ഇൻ കോഴിക്കോട്. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 10th എഡിഷൻ ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് അത് കോഴിക്കോട് വെച്ച് ജൂലൈ 25 മുതൽ 28 വരെയാണ് നടക്കാൻ പോകുന്നത്. അറൌണ്ട് ഒരു 20 കൺട്രീസിൽ നിന്നായിട്ട് 100ഓളം നാഷണൽ ലെവൽ കയാക്കേഴ്സ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ എഡിഷൻ, മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ആദ്യത്തെ എഡിഷൻ നടന്നത് August 2013. ചീഫ് മിനിസ്റ്റേഴ്സ് മണ്ണിയൂർ കാപ്പും എന്നുള്ള ഒരു സ്കീം, അത് സോയിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി തമിഴ്നാട് CM ഇറക്കിയ ഒരു സ്കീമാണത്. അപ്പൊ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള MK സ്റ്റാലിനാണ് ചീഫ് മിനിസ്റ്റേഴ്സ് മണ്ണിയൂർ കാപ്പം എന്നുള്ള ഒരു സ്കീം കൊണ്ടുവന്നത്. മെയിൻ ആയിട്ട് സോയിൽ ഹെൽത്ത് തമിഴ്നാട്ടിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ബഡ്ജറ്റ് 206 കോടി രൂപയാണ്. ഈ പ്രൊജക്ട് സോയിലിന്റെ ഫെർട്ടിലിറ്റിനെയും സോയിലിന്റെ ഹെൽത്തും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ ഈ സോയിലിന്റെ ഒരു കീ പാർട്ട് എന്ന് പറയുന്നത് കീപ് ദ ലാൻഡ് ഫെർട്ടൈൽ ബൈ യൂസിങ് ഗ്രീൻ മാനുവർ മെത്തേഡ്സ്. ഗ്രീൻ മാനുവർ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ലാൻഡിനെ ഫെർട്ടൈൽ ആയിട്ട് സൂക്ഷിക്കാം. അതുപോലെ സ്റ്റാർട്ടപ്പ് ഫണ്ട് എന്നുള്ള രീതിയിൽ ഒരു 20 കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് പുട്ട് ഫോർ ചെയ്തിരിക്കുന്നത്. ഈ ഫേസിൽ 2024-25 എന്നാണ് ഫസ്റ്റ് ഫേസ്. അപ്പൊ അവിടെ തന്നെ ഗ്രീൻ മാനുവർ സീഡ്സ് പ്രൊവൈഡ് ചെയ്യാം. മെയിൻ ആയിട്ട് 2 lakh ഏക്കേഴ്സിനെ കവർ ചെയ്യുന്നു. അതുപോലെ ബെനിഫിറ്റ്സ് ഫോർ ഓവർ 2 lakh ഫാമേഴ്സ്. അപ്പൊ ചീഫ് മിനിസ്റ്റർ ഇതിന്റെ ഭാഗമായിട്ട് ട്രാക്ടേഴ്സും ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഫാമേഴ്സിന് നോമിനൽ കോസ്റ്റിൽ ട്രാക്ടേഴ്സ് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. So East Congestion Police reintroduces 1-minute traffic plan in Shimla City. അപ്പൊ ഷിംല സിറ്റിയിൽ ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഷിംല സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഒരു 6 to 8 കിലോമീറ്റർ ആ ഒരു ചുറ്റളവിൽ ഈ ട്രാഫിക് എന്ന് പറയുന്ന എല്ലാ മിനിറ്റിലും 40:20 or 30:30 സെക്കൻഡ്സിൽ റിലീസ് ചെയ്യും. അതായത് വെഹിക്കിൾസ് ഹോൾട്ടേഡ് ഫോർ 40 minutes, 40 minutes ഹോൾഡർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് റിലീസ്ഡ് ഫോർ 20 minutes എവറി മിനിറ്റ് ഡ്യൂറിംഗ് ദി റഷ്. ഇനി നോർമൽ ടൈം ആണെങ്കിൽ ഈ ഹോൾട്ടർ ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും 30 seconds വെച്ചിട്ടാണ്. അപ്പൊ ഈ ഹോൾട്ടിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 മീറ്ററിന് മുകളിലാകരുത് ഏത് പോയിന്റിലാണെങ്കിലും. അപ്പൊ ഷിംല പോലീസ് എന്ന് പറയുന്നത് ഇത്തരത്തില് പോർട്ടബിൾ ആയിട്ട് ട്രാഫിക് ലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ട്രാഫിക് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടൗണിനെ കൃത്യമായിട്ട് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പദ്ധതിയും കൂടെ കൊണ്ടുവരുന്നത്. ജോഷിമത്ത് റീനെയിംഡ് ആസ് ജ്യോതിർമത്ത്. കോസിയാക്കുത്തോളി ഈസ് നൗ കൈഞ്ചി ഡാം. സെൻട്രൽ ഉത്തരാഖണ്ഡ് ഗവൺമെന്റിന്റെ പ്രപ്പോസൽസ് അപ്രൂവ് ചെയ്തു. ജോഷിമത്തിനെ റീനെയിം ചെയ്തു. ജോഷിമത്ത് തഹസിലിനെ ചമോളി ഡിസ്ട്രിക്റ്റില് ജ്യോതിമത്ത് എന്നുള്ള പേരിലാക്കി. അതുപോലെ കൊസിയാകുത്തോളി തെഹസിൽ എന്ന് പറയുന്നത് നൈനിത്താൽ ഡിസ്ട്രിക്റ്റ് ഉള്ളതാണ്. അതിനെ പർഖാന ശ്രീ കൈഞ്ചി ധാം എന്ന് മാറ്റി. അപ്പൊ ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമിയാണ് ഈ റീനെയിമിംഗ് ലാസ്റ്റ് ഇയർ അനൗൺസ് ചെയ്തത്. ഇതൊരു ലോങ് സ്റ്റാൻഡിംഗ് ഡിമാൻഡ് ആണ് ലോക്കൽ റെസിഡൻസിന്റെ ഭാഗത്തു നിന്ന്. ഇത് ഈ ജോഷിമത്ത് എന്ന് പറയുന്നത് 1 of the 4 കാർഡിനൽ മത്താണ്, മൊണാസ്ട്രീസ് ആണ്. മെയിൻ ആയിട്ട് ആദി ശങ്കരാചാര്യ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് സനാതന ധർമ്മ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട്. ബാക്കി 3 ശൃംഗേരി, ദ്വാരക, പൂരി എന്നുള്ളതൊക്കെയാണ്. കോസിയാകുത്തോളി നൈനിത്താൾ എന്ന് പറയുന്നത് ഇത് പർഖാന ശ്രീ കൈഞ്ചി ധാം തെഹസിൽ എന്നാണ് ഇനി അറിയപ്പെടാൻ പോകുന്നത്.
Record 120 million people forcibly displaced globally, UNHCR. UNHCR എന്ന് പറയുന്നത് UN ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് ആണ്. അപ്പോ ഫോഴ്സിബിളി ഒരു സ്ഥലത്ത് നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം 117.3 മില്യൺ കടന്നിരിക്കുകയാണ് ലാസ്റ്റ് ഇയർ. ഈ റെഫ്യൂജീസ് മെയിൻ ആയിട്ട് അസൈലം സീക്കേഴ്സ് ഉണ്ട്, ഇന്റേർണലി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ട്, കോൺഫ്ലിക്ട് കാരണം ഫോഴ്സ്ഡ് അവേ ചെയ്യപ്പെട്ട ആൾക്കാരുണ്ട്, പെർസിക്യൂഷന്റെ ഭാഗമായിട്ട് പോയവരുണ്ട്, ഡിഫറെന്റ് ആൻഡ് ഇൻക്രീസിംഗ് കോംപ്ലക്സ് വയലൻസ് കാരണം പോയവരുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇയർ ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ ഫോഴ്സിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഇവരുടെ എണ്ണം കഴിഞ്ഞ 12 വർഷമായിട്ട് ഇങ്ങനെ കൂടി കൂടി വരുവാണെന്നാണ് പറയുന്നത്. UNHCR എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഈ നമ്പർ ഏകദേശം ഏപ്രിൽ എൻഡാകുമ്പോഴത്തേക്ക് 120 മില്യൺ എത്തും എന്നാണ്. അപ്പൊ ഈ മെയിൻ ആയിട്ട് ഈ വാർ നടക്കുന്ന സുഡാനിലെ ഏരിയ, സുഡാൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് കാറ്റസ്ട്രോഫിക് വൺസ് ആയിട്ടാണ് കണക്കാക്കുന്നത് സുഡാൻ വാർ. അവിടെ നിന്ന് ഉള്ള ആൾക്കാരൊക്കെ ഇത്തരത്തിൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ നടക്കുന്നതുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് ഇത്തരത്തിലുള്ള ആൾക്കാർ പോകേണ്ടി വരുന്നുണ്ട്. ഏകദേശം 1.7 മില്യൺ പീപ്പിൾ ആണ് അവിടെ നിന്ന് ഫോഴ്സ്ഫുള്ളി ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നത്. നിയർലി അത് 80% പാലസ്തീൻ എൻക്ലേവ് പോപ്പുലേഷൻ ആണ് അതിൽ ഉൾപ്പെടുന്നത്. ആൻഷ്യൻ ഗ്രീക്ക് സാങ്ച്വറി സ്ലോലി സിങ്സ് ഇൻ ടു ദ ഏജിയൻ സീ. ഇപ്പൊ ഏജിയൻ സീയുടെ തീരത്ത് ദിലോസ് എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആൻഷ്യൻ ഗ്രീക്ക് ആൻഡ് റോമൻ വേൾഡിന്റെ ഒരു സാങ്ച്വറി ഉണ്ട്. അതിപ്പോ വളരെ ഡേഞ്ചറിലാണ്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഏജൻസിയിലെ വെള്ളം കൂടുന്നതുകൊണ്ട് ഇത് ഒരു അടുത്ത 50 വർഷത്തിനുള്ളിൽ ഇത് വെള്ളത്തിനടിയിൽ സങ്ക് ചെയ്ത് പോകുമെന്നാണ് പറയുന്നത്. ഈ ഹൈലൻഡിനകത്ത് സാങ്ച്വറി ഓഫ് അപ്പോളോ ഉണ്ട്. അതിനകത്ത് കുറെ ടെമ്പിൾസും അൽത്താരാസും ഗോഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന കുറെ സ്ട്രക്ചേഴ്സും ഉണ്ട്. ഈ സാങ്ച്വറി ശരിക്കും റിലീജിയസ് ഫെസ്റ്റിവൽസിന്റെയും സെറിമണിയുടെയും ഒരു ഫോക്കൽ പോയിന്റ് ആണ്. ദിലോസ് എന്ന് പറയുന്ന ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടെയാണ്. ഗ്രീക്ക് മിത്തോളജി പ്രകാരം ദിലോസ് എന്ന് പറയുന്ന അപ്പോളോയുടെ ബർത്ത് പ്ലേസ് ആണ്. ദിലോസ് എന്ന് പറയുന്നത് ഒരു ത്രൈവിംഗ് കൊമേഴ്ഷ്യൽ ആൻഡ് ട്രേഡിംഗ് ഹബ്ബും കൂടെയാണ്. കാരണം നമുക്കറിയാം ഇത് മെഡിറ്ററേനിയൻ സീയിലേക്ക് തുറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പൽ സർവീസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ട്രേഡ് റൂട്ട് കൂടുതലാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണിത്. ഏഷ്യൻ സീ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീയുടെ തന്നെ ഒരു ആമാണ്. ഇത് ഗ്രീക്ക് പെനിൻസുല ഓൺ ദ വെസ്റ്റിനും ഏഷ്യൻ മൈനർ ഓൺ ദ ഈസ്റ്റിനും ഇടയിലാണ് ഏഷ്യൻ സീ കാണുന്നത്. ഇന്ത്യ ഈസ് വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് എമിറ്റർ ഓഫ് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അതിന്റെ സെക്കൻഡ് ലാർജസ്റ്റ് എമിറ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യ. അപ്പോ ഈ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ ഫാർ മോർ ദാൻ കാർബൺ ഡൈ ഓക്സൈഡ് എണ്ണമല്ല പറയുന്നത്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അതായത് ഹീറ്റപ്പ് ചെയ്യാനുള്ള കഴിവ് കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കൂടുതലാണ്. അപ്പൊ NTOന്റെ ഒരു ഗ്ലോബൽ അസസ്മെന്റ് നടത്തിയതും പബ്ലിഷ് ചെയ്തതും ജേണൽ എർത്ത് സിസ്റ്റം സയൻസ് ഡാറ്റയാണ്. നിയർലി ഒരു 11% ഇത്തരത്തിലുള്ള ഗ്ലോബൽ മാൻമെയ്ഡ് എമിഷൻസ് 2020 ഇന്ത്യയിൽ നിന്ന് നടന്നിരുന്നു. 16% ചൈനയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ടോപ്പ് മോസ്റ്റ് എമിറ്റർ ഓഫ് നൈട്രസ് ഓക്സൈഡ് ചൈനയാണ്, സെക്കൻഡ് ആണ് ഇന്ത്യ. ഈ മേജർ സോഴ്സ്, അതായത് ഇത്തരത്തിലുള്ള നൈട്രസ് ഓക്സൈഡിന്റെ മേജർ സോഴ്സ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ യൂസേജ് ആണ്. 15th ജൂൺ വേൾഡ് വിൻഡ് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ വേൾഡ് വിൻഡ് ഡേ എന്ന് പറയുന്നത് 2007 മുതലാണ് ഈ ഒരു ഇവന്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. മെയിൻ ആയിട്ട് ഈ വിൻഡ് എന്ന് പറയുന്നത് ഒരു ക്ലീൻ ആൻഡ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. അപ്പോൾ ഇത് യൂറോപ്യൻ വിൻഡ് എനർജി അസോസിയേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഗ്ലോബൽ വിൻഡ് എനർജി കൗൺസിൽ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്തു. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ടാർഗറ്റ് വെച്ചിട്ടുണ്ട് 500 ഗിഗാവാട്ട് ഓഫ് റിന്യൂവബിൾ എനർജി ബൈ 2030. ഇതിൽ 140 ഗിഗാവാട്ട് എന്ന് പറയുന്നത് വിൻഡ് എനർജിയിൽ നിന്ന് എടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോ മിനിസ്റ്റർ ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് പ്രാൽഹത് വെങ്കടേഷ് ജോഷിയാണ്. 15th ജൂൺ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആണ്. 2024 തീം എന്ന് പറയുന്നത് സ്പോട്ട്ലൈറ്റ് ഓൺ ഓൾഡർ പേഴ്സൺസ് ഇൻ എമർജൻസീസ് എന്നുള്ളതാണ്. അപ്പൊ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് UN 2011 ഇത് മെയിൻ ആയിട്ട് അബ്യൂസ് നേരിടുന്ന, നെഗ്ലക്ട് ചെയ്യപ്പെടുന്ന ഓൾഡ് പേഴ്സൺസിനെ കുറിച്ചുള്ള അവയർനെസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് റെസ്പെക്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അത്തരം പോപ്പുലേഷന് ഡിഗ്നിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത് കൊണ്ടുവന്നത്. ഗവൺമെന്റ് അപ്രൂവ്സ് റീ അപ്പോയിന്റ്മെന്റ് ഓഫ് NSA അജിത് ഡോവാൽ ആൻഡ് PM's പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര. അപ്പോ പ്രൈം മിനിസ്റ്ററിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന PK മിശ്രയെ വീണ്ടും അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് അജിത് ഡോവാലിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2024 ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ആണ്. ഇതൊരു ഗ്ലോബൽ പീസ്ഫുൾനെസ് അറിയാനുള്ള ഒരു കോംപ്രിഹെൻസീവ് മെഷർ ആണ്. 163 ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ആൻഡ് ടെറിട്ടറീസിലാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആവറേജ് ഡിഗ്രി ഓഫ് ഗ്ലോബൽ പീസ്ഫുൾനെസ് എന്ന് പറയുന്നത് 0.56% ആണ് 2024. ശരിക്കും ഇത് കഴിഞ്ഞ 5th കോൺസിക്യൂട്ടീവ് ഇയർ ആയിട്ട് ഈ പീസ്ഫുൾനെസ് ഡിറ്ററിയോറേറ്റിംഗ് ആണ്, അതായത് കുറഞ്ഞു വരുവാണ്.
ഫോർ ലാസ്റ്റ് ഇയറിൽ 65 കൺട്രീസ് ആണ് അവരുടെ പീസ്ഫുൾനെസ് ഇംപ്രൂവ് ചെയ്തു. പക്ഷെ 97 കൺട്രീസ് ഡിറ്ററിയോറിയേറ്റ് ചെയ്യപ്പെട്ടു. മോസ്റ്റ് കൺട്രീസും കഴിഞ്ഞ സിംഗിൾ ഇയറിൽ തന്നെ ഡിക്ലൈൻ ചെയ്യാണ് ചെയ്തത് ഈ ഒരു ഇൻഡെക്സിന്റെ ഇൻട്രൊഡക്ഷനിൽ. അപ്പൊ മോസ്റ്റ് പീസ്ഫുൾ കൺട്രീസ് എന്ന് പറയുന്നത് ഒന്ന് ഐസ്ലൻഡ്. ഐസ്ലൻഡ് കഴിഞ്ഞ കുറെ കാലമായിട്ട് 2008 മുതൽ തന്നെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. രണ്ടാമത്തെ അയർലൻഡ്, മൂന്നാമത്തെ ഓസ്ട്രിയ, നാലാമത്തെ ന്യൂസിലൻഡ്, അഞ്ചാമത്തെ സിംഗപ്പൂര്. യമൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലീസ്റ്റ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അത് കഴിഞ്ഞാൽ സുഡാൻ, സൗത്ത് സുഡാൻ, അഫ്ഗാനിസ്ഥാൻ, യുക്രൈൻ. യൂറോപ്പ് എന്ന് പറയുന്നത് വളരെ ട്രാങ്ക്വൽ റീജിയൻ ആണ്. ഇത് മൈനർ ഡിക്ലൈനേ ഉള്ളൂ പീസ്ഫുൾനെസ്സിൽ ലാസ്റ്റ് ഇയറിൽ. മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് വളരെ ലീസ്റ്റ് ട്രാങ്ക്വൽ ആണ്. മേജർ ക്രൈസിസ് യമാനിലും സുഡാനിലും ഉള്ളത് കൊണ്ട് തന്നെ പുവർ റേറ്റിംഗ് ആണ്. നോർത്ത് അമേരിക്ക എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഗ്രേറ്റർ റീജിയണൽ ഡിക്ലൈൻ ആണ്. കാരണം വയലന്റ് ക്രൈംസും ക്രിമിനാലിറ്റിയും ഒക്കെ കൂടുന്നുണ്ട്, മെയിനായിട്ട് കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള സ്ഥലങ്ങളിൽ. Zomato set Guinness World Record in Mumbai for the largest first aid lesson at a single venue. ഒരൊറ്റ സ്ഥലത്ത് നിന്ന്, ഒരു സിംഗിൾ സൈറ്റിൽ നിന്ന് 4300 ഡെലിവറി പാർട്ട്നേഴ്സിനെ ട്രെയിൻ ചെയ്ത കമ്പനി എന്നുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് സൊമാറ്റോയ്ക്ക് കിട്ടിയത്. സൊമാറ്റോയുടെ ഫൗണ്ടറും MD-യും CEO-യും ദീപിന്ദർ ഖൊയാലാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫൗണ്ട് ചെയ്ത് 2008 Assam launches Nijut Moina scheme to boost girls' education, curb child marriage. അസാമിന്റെ ചീഫ് മിനിസ്റ്റർ ഹിമാന്ത ബിസ്വ ശർമ്മ അദ്ദേഹം ഒരു മന്ത്ലി സ്റ്റേറ്റ്മെന്റ്സ് മെയിൻ ആയിട്ട് 11ാം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള എല്ലാ കുട്ടികൾക്കും മന്ത്ലി സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്കാണ് ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അതിന്റെ പേരാണ് നിജുത് മോയിന സ്കീം എന്ന് പറയുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ അവർ എയിം ചെയ്യുന്ന മറ്റൊരു കാര്യം ചൈൽഡ് മാരേജ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഒരു മാരീഡ് ഗേൾ എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് ബെനിഫിറ്റ് കിട്ടില്ല, ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് ബെനിഫിറ്റ് കിട്ടില്ല. ഒരു എക്സെപ്ഷൻ ഉള്ളത് മാരീഡ് ആണ് പക്ഷെ PG കോഴ്സിൽ എൻറോൾ ചെയ്ത ആൾക്കാരാണെങ്കിൽ ബെനിഫിറ്റ് കിട്ടും. അതുപോലെ ക്ലാസ് 11ലും 12ലും പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ എല്ലാ മാസവും അവരുടെ അക്കൗണ്ടിൽ കിട്ടും. 1250 രൂപ ഡിഗ്രി സ്റ്റുഡൻസിന്, 2500 രൂപ പോസ്റ്റ് ഗ്രാജുവേഷൻ കുട്ടികൾക്ക്. അപ്പോ മിനിസ്റ്റേഴ്സിന്റെ ഡോക്ടേഴ്സ്, MLAസിന്റെ MPസിന്റെ ഒക്കെ ഡോക്ടേഴ്സ് പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും ഇത് കിട്ടില്ല. പിന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെയാണ് മറ്റു ഗേൾസിനൊക്കെ ഈ സ്കീമിൽ ഉൾപ്പെടുത്തുന്നത്. ജൂണും ജൂലൈയും അവിടെ സമ്മർ വെക്കേഷൻ ആണ്. ആ സമയത്ത് മണി ഇവർക്ക് കിട്ടില്ല. അപ്പൊ മെയിൻ ആയിട്ട് ഒരു വർഷത്തിൽ 10 മന്താണ് ഇവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. മധ്യപ്രദേശ് സെറ്റ് ടു അലോ ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ടു സ്റ്റേ ഓപ്പൺ 24 hours. മധ്യപ്രദേശ് ഗവൺമെന്റ് അവരുടെ ഷോപ്പുകളും കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സും 24 അവേഴ്സും തുറന്നു വെക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നു. അതായത് മെയിൻ ആയിട്ട് അവരുടെ റവന്യൂ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ മധ്യപ്രദേശിനെ കൂടാതെ 7 സ്റ്റേറ്റ്സ് കൺട്രിയിൽ 24 അവേഴ്സും അവരുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിടുന്നുണ്ട്. 1 മഹാരാഷ്ട്ര, 2 കർണാടക, 3 ഹരിയാന, 4 ഹിമാചൽ പ്രദേശ്, 5 ഉത്തരാഖണ്ഡ്, 6 തെലങ്കാന. അപ്പൊ ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഭോപ്പാലിലും ഇൻഡോറിലാണ്. പിന്നീട് ഇവൻച്വലി അത് മറ്റ് ഡിസ്ട്രിക്റ്റിലേക്കും ഇവർ അപ്ലൈ ചെയ്യും. പഞ്ചാബ് പോലീസ് ലോഞ്ച് മിഷൻ നിശ്ചയ്. അപ്പോ പഞ്ചാബ് പോലീസ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുമായിട്ട് ചേർന്ന് വില്ലേജ് ഡിഫൻസ് കമ്മിറ്റിയും കൂടെ ചേർന്നിട്ട് ഒരു 1 വീക്ക് ഡ്രൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഡ്രഗ്സിനെതിരെയാണ്. ആ മിഷന്റെ പേരാണ് മിഷൻ നിശ്ചയ്. ഫസിൽക്ക ഡിസ്ട്രിക്റ്റിലാണ് ഇവരിത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഫസിൽക്ക ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പാകിസ്ഥാനുമായിട്ട് പഞ്ചാബിന് 553 കിലോമീറ്ററിന്റെ ബോർഡർ ഉണ്ട്. അതിൽ 108 കിലോമീറ്ററും ഫസിൽക്ക ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. അപ്പൊ അവിടെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലുള്ള വില്ലേജസിൽ ഏകദേശം 42ഓളം വില്ലേജസ് ഉണ്ട്. അവിടെയാണ് ഡ്രഗ് സപ്ലൈ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യ ആയുഷ് സർവേ ജൂലൈ 2022 ടു ജൂലൈ 2023. അറൌണ്ട് ഒരു 46% റൂറൽ, അതുപോലെ 53% അർബൻ ഇൻഡിവിജ്വൽസ് ഇന്ത്യയിൽ ആയുഷ് അവൈൽഡ് ആണ് for the prevention and the treatment of ailments in the past years. Minister of Statistics and Program Implementation ആണ് സർവേ റിലീസ് ചെയ്തത്. അപ്പൊ ഈ ആയുഷ് എന്ന് പറയുന്നത് 6 ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആണ് അതിനകത്ത് വരുന്നത്. ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, സോവ റിപ്പ, ഹോമിയോപ്പതി ആർ മേജർലി പ്രിവാലന്റ് ഇൻ ദ കൺട്രി. ഇതിൽ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഓൾ ഇന്ത്യ സർവേ ആയുഷ് കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ്. ജൂൺ 2023 വരെ. ഇത് 79ാമത്തെ നാഷണൽ സാമ്പിൾ സർവേയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഈ സർവേ അനുസരിച്ച് 95% ന്യൂറൽ പോപ്പുലേഷനും 15 വയസ്സിനും അതിന് മുകളിലുള്ള ആൾക്കാർ ആയുഷിനെ കുറിച്ച് അവെയർ ആണ്. അതുപോലെ 96% അർബൻ ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് അവെയർ ആണ്. അതുപോലെ 79% റൂറൽ ഇന്ത്യയും 80%
അർബനിന്റെയും അറ്റ്ലീസ്റ്റ് ഒരു മെമ്പറെങ്കിലും, ഒരു ഹൗസ് ഹോൾഡിലെ ഒരു മെമ്പറെങ്കിലും മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചും ഹോം മെഡിസിൻസിനെ കുറിച്ചും അവെയർ ആണ്. അതുപോലെ അറൌണ്ട് ഒരു 24% ഹൗസ് ഹോൾഡ്സിൽ അറ്റ്ലീസ്റ്റ് 1 മെമ്പർ ഫോക്ക് മെഡിസിനെ കുറിച്ചും ലോക്കൽ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചും റൂറൽ ആൻഡ് അർബൻ ഏരിയാസിൽ അവെയർ ആണ്. അപ്പൊ ഈ സർവേ കവർ ചെയ്യുന്ന എൻറ്റയർ കൺട്രീനെയാണ്. ഇൻഫർമേഷൻ കളക്ട് ചെയ്തത് 1,81,298 ഹൗസ് ഹോൾഡിൽ നിന്നാണ്. അതിനകത്ത് 1,04,195 റൂറൽ ഏരിയാസും 77,103 അർബൻ ഏരിയാസുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ്, ഇന്ത്യൻ ആർമി റിസീവ്സ് ഫസ്റ്റ് ബാച്ച് ഓഫ് ഇൻഡിജീനിയസ് സൂയിസൈഡ് ഡ്രോൺസ് നാഗാസ്ത്ര 1. അപ്പൊ ഇന്ത്യൻ ആർമിക്ക് ഫസ്റ്റ് ബാച്ച് ഓഫ് മാൻവേർഡ് പോർട്ടബിൾ സൂയിസൈഡ് ഡ്രോൺ കിട്ടിയിരിക്കുകയാണ് നാഗാസ്ത്ര. അപ്പൊ ഈ ഡ്രോൺ അക്യുറേറ്റ്ലി എനിമി ട്രെയിനിങ് ക്യാമ്പ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്നതിനും പാഡ്സ് ലോഞ്ച് ചെയ്യുന്നതിനും ഇൻഫിൽട്രേറ്റ് ലോഞ്ച് ചെയ്യുന്നതിനും അതുപോലെ സോൾജേഴ്സിന്റെ റിസ്ക് കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഹൈടെക് ഡ്രോൺസ് ഡിസൈൻ ചെയ്തതും ഡെവലപ്പ് ചെയ്തതും കംപ്ലീറ്റ്ലി ഇന്ത്യയിലാണ് ബൈ എക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ്. ഇതിന്റെ ഒരു സബ്സിഡിയറി, ഇതൊരു സോർ ഇൻഡസ്ട്രീസ് നാഗ്പൂരിന്റെ സബ്സിഡിയറി ആണ്. ഈ ഡ്രോൺസ് ഇൻഡിജിനസ് കണ്ടന്റ് 75% ആണ്. ഇത് ഇന്ത്യൻ ആർമിയുടെ കാപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കും, ബോർഡേഴ്സിലൊക്കെ സ്ട്രൈക്കിംഗ് പവർ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നു. നാഗാസ്ത്ര 1 പോലുള്ള ഡ്രോൺസ് നകത്ത് ഇൻബിൽഡ് വാർ ഹെഡ്സ് ഉണ്ട്. അതിനെ കമിക്കസെ എന്ന് വിളിക്കും, അല്ലെങ്കിൽ എക്സ്പ്ലോഡിംഗ് ഡ്രോൺസ് എന്ന് വിളിക്കും. ഇന്ത്യൻ ആർമി 480 സച്ച് ഡ്രോൺസിനാണ് EELന്റെ കയ്യിൽ നിന്ന് ഓർഡർ കൊടുത്തിരിക്കുന്നത്. അതിൽ 120 നാഗാസ്ത്ര 1 ആണ് ഡെലിവർ ചെയ്തിരിക്കുന്നത്. നാഗാസ്ത്ര 1 കമിക്കസെ മോഡലാണ്. അതിന് ഹോസ്റ്റൈൽ ത്രെട്ടിനെ ന്യൂട്രലൈസ് ചെയ്യിക്കാൻ പറ്റും ഒരു GPS ഇനാബിൾഡ് പ്രിസിഷൻ സ്ട്രൈക്ക് വഴി. അപ്പൊ അതിന് 2 മീറ്റർ അക്യൂറസി ആണ് ഉള്ളത്. ഈ മാൻ പോർട്ടബിൾ ഫിക്സഡ് വിങ് ഇലക്ട്രിക് UAV എന്ന് പറയുന്നത് 9 കിലോ ആണ് അതിന്റെ ഭാരം വരുന്നത്. അതിന്റെ ഇൻഡ്യൂറൻസ് 30 മിനിറ്റ് ആണ്. മാൻ ഇൻ ലൂപ്പ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 15 കിലോമീറ്റർ, ഓട്ടോണമസ് മോഡ് റേഞ്ച് ആണെങ്കിൽ 30 കിലോമീറ്റർ. Saruttivora script history and becomes the first Indian rider to win 3-star Grand Prix equestrian event. So Shruti Vora won the FEI. FEI എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇക്വെസ്ട്രിയൻ ഫെഡറേഷൻ ആണ്. അത് അവരുടെ ഡ്രസ്സേജ് വേൾഡ് കപ്പ് ലിപ്പിക്ക സ്ലൊവേനിയയിൽ വെച്ച് നടന്നു. അതാണ് ശ്രുതി വോറ വിൻ ചെയ്തത്. വെറ്റേറിയൻ റൈഡർ ആണ് ശ്രുതി വോറ. അവര് ഡ്രസ്സേജ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2022 റെപ്രസെന്റ് ചെയ്തിരുന്നു ഇന്ത്യനെ. അതുപോലെ ഏഷ്യൻ ഗെയിംസിൽ 2010-ലും 2014-ലും പങ്കെടുത്തിരുന്നു. ദിവ്യ ദേശ്മുഖ് വിൻസ് വേൾഡ് ജൂനിയർ ഗേൾസ് ചെസ് ചാമ്പ്യൻഷിപ്പ്. ദിവ്യ ദേശ്മുഖ് വേൾഡിലെ ജൂനിയർ ഗേൾസ് ചെസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തു. ബൾഗേറിയയുടെ ഒരു പ്ലെയറിനെയാണ് ദിവ്യ ഡിഫീറ്റ് ചെയ്തത്. ഈ ഫൈനൽ റൗണ്ട് നടന്നത് ഗിഫ്റ്റ് സിറ്റി ക്ലബിലാണ്. ഗുണ്ടേക്സ് മോട്ടി ചമാരി നെയ്മഡ് ICC പ്ലെയേഴ്സ് ഓഫ് ദി മന്ത് ഫോർ മെയ്. അപ്പൊ മെയ്യിൽ ICCയുടെ പ്ലെയേഴ്സ് ഓഫ് ദി മന്തിനെ പ്രഖ്യാപിച്ചപ്പോൾ വെസ്റ്റ് ഇൻഡീസിന്റെ ലെഫ്റ്റ് ആം സ്പിന്നർ ആയിട്ടുള്ള ഗുണ്ടകേഷ് ICCയുടെ മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് കിട്ടി. ശ്രീലങ്കൻ സ്കിപ്പർ ആയിട്ടുള്ള ചമാരി സെക്കൻഡ് ICC വുമൻസ് പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് കിട്ടി. അവർക്ക് സെക്കൻഡ് ടൈം ആണ് ഇത് കിട്ടുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.